ഗോവിന്ദ ഗോവിന്ദ യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാമ്ന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ. ഭഗവാന്റെ മനോഹരങ്ങളായ ലീലകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് കൃഷ്ണലീലകൾ നാലായിട്ടാണ് പറയാം. ഗോകുലലീല, വൃന്ദാവനലീല, മധുരാലീല, ദ്വാരകാലീല. അതിലെ ഗോകുലലീല നമ്മൾ കേട്ടു. ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് താമസം മാറി മനോഹരമായിട്ടുള്ള കാടാണ്. വൃന്ദാവനം ഗോവർദ്ധനം യമുനാ പുളിനാനി ച വീക്ഷ്യാസീതുത്തമാ പ്രീതി രാമമാധവയോർ നൃപ. വൃന്ദാവനവും ഗോവർദ്ധനവും യമുനാ നദിയൊക്കെ കണ്ട് രാമനും മാധവനും വളരെയധികം സന്തോഷിച്ചു. അങ്ങനെ അവരുടെ ലീലകൾ വർണ്ണിച്ച് വരികയാണ്. ബ്രഹ്മമോഹനം എന്ന ലീല നമ്മൾ കേട്ടു. ഭഗവാൻ ബ്രഹ്മാവിനെ ജയിക്കുകയാണ്. ഇനി ഓരോരോ ദേവന്മാരെ ജയിക്കുന്നതാണ് വർണ്ണിക്കുന്നത്. ഇനി ഇന്ദ്രനെ ജയിക്കും. അതാണ് ഗോവർദ്ധനോദ്ധാരണം, ഗോവിന്ദാഭിഷേകം എന്ന ലീല. പിന്നെ വളരെ ജയിക്കാൻ പ്രയാസമുള്ള ഒന്നാണ് രുചി എന്ന്. വരുണനെ ജയിക്കുക. ശാപ്പാടില്ലാണ്ടിരിക്കുക പറഞ്ഞാൽ പറ്റുമോ? ഉച്ചയ്ക്ക് അന്നദാനമില്ല എന്ന് പറഞ്ഞാൽ സപ്താഹം കേൾക്കാൻ പരമ്പര വരും, അറിയാം. പക്ഷേ മറ്റുള്ള ദിക്കിൽ സംശയമാണ്. അപ്പോൾ രുചിയെ ജയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിലും വളരെ പ്രയാസമുള്ള കാര്യമാണ് അടുത്തത്. അതാണ് 5 അധ്യായങ്ങൾ ഇപ്പം വായിച്ചു. കാമവിജയം, കാമത്തെ ജയിക്കുക, ആഗ്രഹങ്ങളെ ജയിക്കുക വളരെ പ്രയാസമാണ്. ഒരാഗ്രഹവും ഇല്ലാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അയാളാണ് ലോകത്തിലെ ചക്രവർത്തി. അപ്പം നമ്മളുടെ അവസ്ഥ ആഗ്രഹമില്ല എന്നൊക്കെ പറയുമെങ്കിലും ഉള്ളിൽ ആഗ്രഹമുണ്ട്. ഇനി പുറമേക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാലും സാരമില്ല, ഉള്ളിൽ ആഗ്രഹം ഇല്ലാണ്ടിരുന്നാൽ മതി. അതാണ് മുഖ്യം. ഇങ്ങനെ ക്രമത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ദേവന്മാരെ തന്നെയാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ബ്രഹ്മമോഹനം എന്ന ലീല കേട്ടു. അതിനുശേഷം പിന്നീട് വർണ്ണിക്കുന്നത് ഭഗവാന്റെ കാളിക നർത്തനം. ജലത്തെ ശുദ്ധാക്കുകയാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പഞ്ചഭൂതങ്ങളെ ശുദ്ധമാക്കലാണ് ഇപ്പം ഇങ്ങനെ വർണ്ണിക്കുന്നത്. കാളിന്ത്യാം കാളിയസ്യ ആസീത് ഹൃദ കശ്ചിത് വിഷാഗ്നിന ശ്രവ്യമാണപയായസ്മിൻ പതന്തി ഉപരിഗാഹ ഖഗാഹ. കാളിന്തിയിൽ കാളിയൻ എന്നൊരു സർപ്പം വന്ന് താമസിക്കുകയാണ്. ആയിരക്കണക്കിന് ഭണങ്ങളാണ് ആ കാളിയന് എന്ന് പറഞ്ഞാൽ നമ്മളെ കഥ തന്നെയാണ് പറയുന്നത് കേട്ടോ. നമുക്കും അഹങ്കാരത്തിന് കണക്കുണ്ടോ? നിങ്ങൾ പറയണില്ല, എൻ്റെ കാര്യം പറയട്ടെ. ചിലപ്പോൾ അങ്ങനെ വിചാരിക്കുക, അങ്ങനെയല്ല. അതുകൊണ്ട് കണക്കില്ല. ആ തലകൾ എത്ര ഉണ്ട് ചോദിച്ചാൽ അത് ഓരോ സമയം സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുക. നമ്മളൊരു 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ എന്ന് പറയരുത്, എൻ്റെ എന്ന് പറയാൻ പാടില്ല, ആ വർത്തമാനം നിർത്തണം എന്നൊക്കെയാവും പ്രഭാഷണം. കഴിഞ്ഞു വന്നാൽ ചോദിക്കും, എൻ്റെ പ്രഭാഷണം എങ്ങനെ ഉണ്ടായിരുന്നു, കഴിഞ്ഞില്ലേ കഥ. അപ്പം ഇതാണ് കാളിയൻ്റെ പണം എന്ന് പറഞ്ഞാൽ അതിന് കണക്കില്ല. ഞാൻ എൻ്റെ എന്ന് പറഞ്ഞാൽ എത്ര ചിന്തകൾ അതിൻ്റെ മുകളിൽ വരുന്നുണ്ട്. അതൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടി ആക്കണം വെച്ചാൽ ആ പദം, ആ തല ഭഗവാന്റെ നേരെ കുനിക്കുക, ഭഗവാന്റെ പാദം പതിയട്ടെ, ഓരോ തലയിലും ആ സീല് വയ്ക്കട്ടെ, ഭഗവാന്റെ പാദചിഹ്നം മെല്ലെ 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 അടങ്ങിക്കോളും. അങ്ങനെ വിനയം ഉണ്ടാവണം എന്ന് കാണിക്കുകയാണ്. നമ്മൾ അഹങ്കരിച്ചാൽ ആർക്കാ നഷ്ടം? നമുക്ക് മാത്രമല്ല, ലോകത്തിന് ബുദ്ധിമുട്ടാണ്. ഞാനിവിടുന്ന് വേണ്ടാത്തത് വിളിച്ച് പറഞ്ഞാൽ എനിക്ക് മാത്രമാണോ ബുദ്ധിമുട്ട്? ആണോ? കേൾക്കണം, നിങ്ങളുടെയൊക്കെ മനസ്സെന്താവും? കലുഷാവില്ലേ? അത്ര വലിയ ജ്ഞാനികളാണെന്ന് വെച്ചാൽ കലുഷാവില്ല. പക്ഷെ നമ്മൾ അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ലല്ലോ. ചെറിയ വാക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ മനസ്സൊന്ന് കലുഷായിന്ന് വന്നേക്കാം. അപ്പോൾ താൻ അപകടം കാണിച്ചാൽ തനിക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ അപകടമാണ്, ബുദ്ധിമുട്ടാണ്. ഈ കാളിയൻ എന്ന സർപ്പം കാളിന്തിയിൽ വിഷം കലക്കി കഴിയണം. ഒരിക്കലും ഭഗവാൻ തൻ്റെ ഏട്ടനോട് പറയാണ്ട് പുറപ്പെട്ടു. അതാണ് ഓമന കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ. രാമനെ കൂട്ടാണ്ട് പുറപ്പെട്ടു. എന്തേ രാമനെ കൂട്ടാതെ പുറപ്പെട്ടത്? കാളിയനെ ശരിയാക്കാൻ പോവല്ലേ. കാളിയൻ ആരാ? കാളിയൻ പാമ്പല്ലേ. തൻ്റെ ഏട്ടനോ? അനന്തനാണ്, അതും പാമ്പല്ലേ. ഇനിയിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ കൃഷ്ണ വേണ്ട, കൃഷ്ണ തൻ്റെ പാർട്ടിയാണ്, അയാളൊന്നും ചെയ്യണ്ട എന്നെങ്ങാനും പറഞ്ഞാൽ പിന്നെ കാരണവർ പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാണ്ട് വിടേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഏട്ടനെ കൂട്ടാതെ പുറപ്പെട്ടു. അന്ന് രാവിലെ എണീറ്റ കൃഷ്ണൻ ഏട്ടൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഏട്ടന് നല്ല ക്ഷീണമുണ്ടല്ലോ, പനിക്കുണ്ടോ? ഒരു പനിയില്ലെങ്കിലും കൃഷ്ണൻ്റെ ഈ സ്നേഹം കണ്ടപ്പോൾ ഇല്ല എന്ന് പറയാൻ തോന്നിയില്ല. ലേശം പനിക്കണുണ്ടോ സംശയം, എന്നാൽ ഏട്ടൻ കളിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ ഭഗവാൻ അങ്ങോട്ട് പുറപ്പെട്ടു. പിന്നെ പോകാനും വയ്യ. കൃഷ്ണൻ ആദ്യം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് കാളിന്തിക്ക് പോവുക. ആരും പറഞ്ഞു കൊടുക്കില്ല. എന്തിനാ കൃഷ്ണ അതൊക്കെ അറിയണത്? പോവാനല്ല, എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള വഴി അറിയാനാണ് എന്ന് പറഞ്ഞ് വഴിയൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഭഗവാൻ ഒറ്റയ്ക്ക്, കൂട്ടുകാരെയൊന്നും കൂട്ടാതെ കാളിന്തിയിലേക്ക് പോയി. കൃഷ്ണകദംബമതിരുഹ്യ തതോതി തുംഗമാസ്ഫോട്യ ഗാഠരശനോ ന്യപതത് വിശോദേ. ആ കാളിന്തിയുടെ തീരത്ത് ഒരു കദംബമരം. ആ കദംബമരത്തിൻ്റെ മുകളിലേക്ക് ഭഗവാൻ ചാടിക്കയറി തൻ്റെ ഉത്തരീയമെടുത്ത് അരയിൽ കെട്ടി കൈയടിച്ച് ഒരു ചാട്ടം. ചാടിയത് ഭഗവാനാണെങ്കിലും
കാളിയെന്ന് തോന്നുന്നു നരസിംഹം ചാടിയെന്നാണ്. ഭഗവാൻ അങ്ങോട്ട് എടുത്ത് ചാടി. അഥവാരിണി ഘോരതരം ഫണിനം പ്രതിവാരയിതും കൃതധീർ ഭഗവൻ. ഭഗവാൻ ചാടുന്ന സമയത്ത് കണക്കാക്കി. ഭുവനത്രയ ഭാരഭൃതോ ഭവതോ ഗുരുഭാര വികംഭി വിജൃംഭി ജല. 3 ലോകത്തിൻ്റെയും ഭാരം തനിക്കുണ്ടാവട്ടെ എന്ന് കണക്കാക്കി എടുത്തങ്ങോട്ട് ചാടി. കാളീന് തൻ്റെ രാജധാനിക്ക് വലിയൊരു പർവ്വതം ഇടിഞ്ഞു വീണതുപോലെ ആരാ തൻ്റെ അടുത്തേക്ക് വരുന്നത് നോക്കാനായിട്ട് അദ്ദേഹം കാളീന് വരികയാണ്. ദൂരത്തായിട്ട് ആരെ കണ്ടു? ഭഗവാനെ കണ്ടു. തം പ്രേക്ഷണീയ സുകുമാരഘനാവതാതം. ഭഗവാന്റെ തുടുത്ത കവിള്, ഗോപിക്കുറി, ഭഗവാന്റെ കണ്ണുകൾ, അതൊക്കെ കണ്ട സമയത്ത് കാളിയന് പോലും വാത്സല്യം തോന്നി. അത്രേ ദുഷ്ടനായ കാളിയന് പോലും. നമ്മൾ അഹങ്കാരികളാണെങ്കിലും പേടിക്കണ്ട. ഭാഗവതം കേട്ടാൽ നമുക്കും എന്ത് തോന്നും? ഇഷ്ടം തോന്നും. ഏത് അസുരനാണെങ്കിലും ഏത് മോശക്കാരനാണെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ, ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ആകൃഷ്ടരാവാണ്ടിരിക്കില്ല. കാളിയനാ ഭഗവാനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണം തോന്നി. തൻ്റെ കാളിയന പാമ്പല്ലേ, കൈയൊന്നുമില്ലല്ലോ, തൻ്റെ ശരീരം കൊണ്ട് ചുറ്റി ഭുജയാ ചഛാദ കൊത്തി. നമുക്ക് തോന്നും കെട്ടി കൊത്തി എന്നൊക്കെ. അല്ല, കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു. പോരാ, തൻ്റെ പത്നിമാർക്കൊന്ന് കാണിച്ചു കൊടുക്കണം. തൻ്റെ തറവാട്ടിക്ക് കൊണ്ടുപോയാലോ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ കരുതിയിട്ട് ആ ഭഗവാനെ എടുത്തങ്ങോട്ട് കൊണ്ടുപോകാൻ പുറപ്പെട്ടതും ഭഗവാൻ കുതിച്ചു. ആയിരക്കണക്കിന് ഭണങ്ങൾ, നടുക്കുള്ള ഭണത്തിൻ്റെ മുകളിൽ ഭഗവാൻ അങ്ങോട്ട് നിന്നു. ചവിട്ട് കിട്ടിയപ്പം കാളിനെ മനസ്സിലായി ചില്ലറക്കാരനല്ല. തൻ്റെ മറ്റ് ഭണങ്ങളെടുത്ത് ഭഗവാനെ കൊത്താനായിട്ട് പുറപ്പെട്ടു. ഭഗവാൻ തൻ്റെ അരയിലുള്ള ഓടക്കോടെടുത്ത് ചുണ്ടോട് ചേർത്തു. തൻ്റെ വലത്തെ കാല് പൊന്തിച്ചു. മനോഹരമായിട്ട് ഭഗവാൻ നൃത്തം വയ്ക്കാൻ തുടങ്ങി. ധീമി 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 മിതി പതകൃത നടനഃ ഢക 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 മണിഗണ നികരഃ ജയ ജയ രവയുത തുരഗണ വിനുതഃ ഭണിവര ശിരസി നടതി മധുപതി. അപ്പോഴേക്കും ഈ നൃത്തം കാണാനായിട്ട് മോഹിച്ച് പരമശിവൻ കൈലാസത്ത് പുറപ്പെട്ടു. നന്ദികേശ്വരൻ മൃദംഗുമായിട്ട് വന്നു. ഭഗവാൻ നൃത്തം വയ്ക്കുന്നു. അത് നോക്കി നിൽക്കുന്നു. ഭഗവാൻ തൻ്റെ ചുണ്ടോട് ഓടക്കുഴ ചേർത്ത് കയ്യ് ആ പാമ്പിൻ്റെ വാല് ഇടത്തെ കൈ കൊണ്ട് പിടിച്ച് തൻ്റെ വലത്തെ കാല് പൊന്തിച്ച് നിൽക്കുന്നത് കണ്ടാൽ ഓങ്കാരം, പ്രണവം പോലെ തോന്നും. പരമശിവനെ നല്ലോണം നോക്കി അതിൻ്റെ വക്കും വാലും കൂട്ടിയിട്ടാണ് അത്ര താണ്ഡവം ഉണ്ടാക്കിയത്. അതന്നെ എത്ര മനോഹരമാണ്. അങ്ങനെയാണെങ്കിൽ ഈ താണ്ഡവം എത്ര കണ്ട് ഗെയിമായിരിക്കും. ഓരോ ഭാഗത്തേക്ക് ചാടുന്നു, കാലെടുത്ത് വയ്ക്കുന്നു. അത് മെല്ലെ മെല്ലെ ഒരു നൃത്തമായി പരിണമിച്ചു. മുൻകൂട്ടി തയ്യാറായിട്ട് വന്നതൊന്നുമല്ല, റിഹേഴ്സലൊന്നുമില്ല. അത് മനോഹരമായിട്ട് മാറി. ഭഗവാൻ സന്തോഷിക്കുന്നു എന്ന് കണ്ടപ്പോഴേക്കും ഭഗവാന്റെ കൂട്ടുകാരൻ താഴത്ത് നൃത്തം വയ്ക്കാൻ തുടങ്ങി. ഭഗവാന്റെ നൃത്തം കണ്ട് ആകാശ ദേവതകൾ നൃത്തം വയ്ക്കാൻ തുടങ്ങി. ഭഗവാനാവട്ടെ നൃത്തം വയ്ക്കാൻ 1000 സ്റ്റേജുകളാണ്. ഭഗവാനും നൃത്തം വയ്ക്കാൻ തുടങ്ങി. ലൈറ്റ് ആൻഡ് സൗണ്ടൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഭഗവാന്റെ കയ്യിലുള്ള വളകൾ, ചെവിയിലുള്ള കുണ്ടലങ്ങൾ, കഴുത്തിലണിഞ്ഞ മാലകൾ, അതിൻ്റെ ശബ്ദം, എല്ലാവർക്കും രസം, എല്ലാവരും സന്തോഷിക്കുന്നു. പക്ഷേ കാളിയന് മാത്രം വലിയ സന്തോഷമില്ല. കാരണം തൻ്റെ തലേന്നാണ് ഏർപ്പാട്. ആദ്യമൊക്കെ മുദ്രാവാക്യം വിളിച്ചെങ്കിൽ അവസാനമാകുമ്പം മാറിയിട്ടും. നമുക്കും ആദ്യമൊക്കെ ആരോഗ്യമുള്ളപ്പം കയ്യിൽ കാശുണ്ടാകുമ്പം സേവ പറയാൻ ആളുണ്ടാകുമ്പോഴൊക്കെ നമ്മളും അഹങ്കരിച്ചു എന്ന് വന്നേക്കാം. ഇതൊക്കെ നഷ്ടപ്പെടുന്നൊരു കാലം ഉണ്ടാവും. ആ സമയത്ത് നമ്മളും പിന്നെ ആരോടും വൈരില്ല, ആരോടും നമ്മൾ എതിർത്ത് പറയില്ല. കുറ്റം പറച്ചിൽ കേൾക്കുമ്പോഴും മാറി നിൽക്കും. ഞാൻ ഇല്ല പറയാൻ, കാരണം അനുഭവിച്ചു, കുറേ ചവിട്ട് കിട്ടിക്കഴിഞ്ഞു. ഇവിടെ ഭഗവാനും ഇവിടെ കുറച്ചൊക്കെ ആദ്യം കാളിയൻ പലതും വിളിച്ചു പറഞ്ഞെങ്കിലും അവസാനം മാറി. നാരായണം തമരണം മനസാ ജഗാമ. ഭഗവാനെ അങ്ങല്ലാണ്ട വേറൊരാളെനിക്ക് ആശ്രയമായിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞ് കാളിയൻ ഭഗവാന്റെ പാദത്തിൽ വീഴുന്നു. കാളിയൻ്റെ പത്നിമാർ വന്ന് ഭഗവാനെ സ്തുതിക്കുന്നു. ന്യായോ ഹി ദണ്ഡഃ. നന്നായി, അങ്ങ് ചവിട്ടിയതൊക്കെ നല്ലത് തന്നെ, ഞങ്ങൾക്ക് സന്തോഷമായിട്ടോ. കുറച്ചൊരു അഹങ്കാരം ഞങ്ങളുടെ ഭർത്താവിനുണ്ടായിരുന്നു, അതിപ്പോൾ അങ്ങ് എന്ത് ചെയ്തു? ഇല്ലാണ്ടിയാക്കി. കാളിയനെ കൊന്നിട്ടൊന്നുമില്ല, കാളിയൻ്റെ അഹങ്കാരം ഇല്ലാണ്ടിയാക്കി ചെയ്തിട്ടുള്ളൂ. കാളിയൻ പറഞ്ഞു, ഭഗവാനെ ഞാനിങ്ങനെ ചെയ്തതിൽ അങ്ങ് എന്നെ വന്ന് ദ്രോഹിക്കണത് എന്താ? അങ്ങ് തന്ന വിഷം കൊണ്ടല്ലേ ഞാൻ ഇവിടെ കലക്കിയത്? എന്ത് നമ്മൾ ചോദിക്കുന്നത് പോലെ ഭഗവാൻ തന്ന കഴിവുകൊണ്ടല്ലേ ഞാൻ ഉപദ്രവം ചെയ്യണത് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ചില അങ്ങനെ അപകടമൊക്കെ ചെയ്യും. എന്നിട്ട് പറയും ഭഗവാന്റെ മായ. എന്താണ്? എന്താ ചെയ്യുക, ഞാൻ പറഞ്ഞതല്ല, എന്നെക്കൊണ്ട് ഭഗവാൻ നല്ലതൊക്കെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞോളൂ, ചീത്തത് പറയുമ്പോൾ അത് പറയരുത്. അർജുനൻ തന്നെ ചോദിക്കുന്നുണ്ട്, കൃഷ്ണ അനിച്ഛന്ന വിവാർഷ്ണേയ ബലാദിവ നിയോജിത. കൃഷ്ണ വേണച്ചിട്ടല്ല, അപകടം ചെയ്യാറുണ്ട്. ആരിപ്പം ഇവിടെ മോശമാവണമെന്ന് വിചാരിക്കണില്ലല്ലോ, പക്ഷെ ചെയ്തു പോകുന്ന പ്രവൃത്തി എന്തായി മാറുന്നു? അപകടമായിട്ട് മാറുന്നുണ്ട്. ആരപ്പം അതിന് കാരണം? അർജുനൻ്റെ ചോദ്യം, കൃഷ്ണ നീയല്ലേ എന്നാണ്. കൃഷ്ണൻ പറഞ്ഞു, എൻ്റെ പരടിക്കിടണ്ട, ഞാനല്ല അർജുന. ഓരോ അപകടം ചെയ്തിട്ടൊക്കെ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പനാ. എന്താണ്? ഞാൻ നിങ്ങളടിച്ചിട്ടേ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ പറ്റുമോ? അത് ബുദ്ധിമുട്ടാണ്. ഭഗവാൻ പറഞ്ഞു, അല്ല അർജുന, ഞാനല്ല. കാമ ഏഷ ക്രോധ ഏഷ രജോ ഗുണ സമുദ്ഭവ. നിൻ്റെ ഉള്ളിലുള്ള കാമവും ക്രോധവുമാണ് നിന്നെക്കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത്. അത് രജോ ഗുണത്തിൽ നിന്നുണ്ടാവണതാണ്. അതുകൊണ്ട് രജോ ഗുണം കുറച്ച് സത്വഗുണം വർദ്ധിപ്പിക്കൂ, ഈശ്വര കഥകൾ കേൾക്കുക,
ഈ വക തത്വങ്ങൾ കേട്ട് കേട്ട് മനസ്സ് ശാന്തമായാൽ ഉള്ളിൽ എന്തുണ്ടാവില്ല? വേണ്ടാത്ത വിചാരം ഉണ്ടാവില്ല. വിചാരം നന്നായാൽ പ്രവൃത്തി നന്നാവും. പ്രവൃത്തി നന്നായാൽ ഭാവി ശോഭനമാവും. അതുകൊണ്ട് അതെന്നെ പറയണ്ട. നമ്മുടെ ഉള്ളിലുള്ള കാമവും ക്രോധവുമാണ് ബുദ്ധിമുട്ടിക്കുന്നത്. ശരിയാണ്, അങ്ങനെ അടിക്കാനുള്ള ശക്തി ഭഗവാൻ തന്നു തന്നെയാട്ടോ. എന്താണ് കുറ്റം പറയാനുള്ള ശക്തി എവിടെ നിന്ന് കിട്ടി? ആ ശക്തി ഭഗവാൻ തന്നെയാണ്. സ്തുതിക്കാനുള്ള ശക്തി ഭഗവാനാണ്. പക്ഷെ നമ്മൾ നേരാവണ്ണല്ല പ്രയോഗിക്കണതെങ്കിൽ തിരിച്ചു മടി കിട്ടും. ഭഗവാൻ പറഞ്ഞു, നിനക്ക് ഞാൻ വിഷം തന്നത് കലക്കി കഴിയാനല്ല, പ്രതിരോധിക്കാനാണ്. എന്തിനാണ്? നമുക്ക് ആരോഗ്യം തന്നതേ മറ്റുള്ളവരെ ഉപദ്രവിക്കാനല്ല, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ. കയ്യിൽ ധനം തന്നത് ഇല്ലാത്തവർക്ക് കൊടുക്കാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ. കഴിവ് തന്നാൽ അത് ലോകത്തിന് ഉപകാരമാവുന്ന മട്ടിൽ പ്രയോഗിക്കണം. അതല്ലാണ്ട് ഉപദ്രവിക്കാൻ പുറപ്പെട്ടാൽ ഇതുപോലെ ചവിട്ട് ജീവിതത്തിൽ കിട്ടും. നമുക്കും കിട്ടാറുണ്ട്, കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് പഠിക്കുക. ആ കിട്ടിയത് ഇതിനാണ് കേട്ടോ, അതെന്നെ ശരിയാക്കാനാ എന്ന് മനസ്സിലാക്കി നേരെയാവുക. അതാ വേണ്ടത്. തെറ്റ് മനസ്സിലാക്കിയ കാളിയൻ ഭഗവാനെ നമസ്കരിച്ച് തിരിച്ച് രമണകത്തിലേക്ക് തന്നെ പോയി എന്നാണ് കഥ. അങ്ങനെ ആ കാളിന്തി നദിയെ ഭഗവാൻ ശുദ്ധമാക്കി. ഇനി വായുവിനെ ശുദ്ധമാക്കണം, ആകാശത്തെ ശുദ്ധമാക്കണം, അഗ്നിയെ പാനം ചെയ്ത് ശുദ്ധാക്കി. എല്ലാത്തിനും ശുദ്ധാക്കുകയാണ്. ഭഗവാന്റെ വേണുഗാനം എല്ലാവരെയും ആകർഷിക്കാൻ ഏറ്റവും എളുപ്പം പാട്ടാണ്. പാട്ടിന് അങ്ങനെ ഒരു വശ്യത ഉണ്ട്. ശിശുർവേത്തി പശുർവേത്തി വേത്തി ഗാനരസം ഭണി. കുട്ടിക്ക് പാട്ട് കേട്ടാൽ മനസ്സിലാവും ഇല്ലേ? പഠിപ്പൊന്നുമില്ലാത്ത കുട്ടികളും പാട്ട് കേട്ടാൽ ഉറങ്ങാറില്ലേ? താരാട്ടുപാട്ടൊക്കെ പാടുമ്പോൾ അങ്ങനെ അതിൽ മൃഗങ്ങൾക്ക് മനസ്സിലാവും, പക്ഷികൾക്ക് മനസ്സിലാവും, മനുഷ്യർക്ക് മനസ്സിലാവും. ഇനി കുറേ കഥയൊന്നും പറയണ്ട, ഒരു പാട്ട് കേട്ടാൽ തന്നെ ചിലപ്പം ഹൃദയം അതിൽ മുങ്ങിപ്പോവാറുണ്ട്, ലയിക്കാറുണ്ട്. പാട്ടിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. നമുക്കൊക്കെ നല്ലോണം അറിയാതെ. നമ്മളൊക്കെ 2-2.5 മണിക്കൂർ നേരം പ്രഭാഷണം ചെയ്താലും വിഷ്ണുട്ടം വന്നൊരു പാട്ട് പാടുമ്പോഴേക്കും എല്ലാവരും അതിന് വിഷമിച്ചിട്ട് കാര്യം, അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അതങ്ങനെയാണ്. ശുദ്ധ സംഗീതമാണെങ്കിൽ അതിനൊരു വശ്യത ഉണ്ട്. എത്രയോ നേരത്തെ അധ്വാനം കൊണ്ട് നമ്മളുണ്ടാക്കിയ തപസ് ചിലപ്പോൾ എളുപ്പത്തിൽ ലഭിക്കും. സംഗീതം കേട്ട് കഴിഞ്ഞു നല്ല സംഗീതമാവണം. ഇന്നത്തെ സംഗീതമല്ല, ഇന്നിപ്പം പല സംഗീതം ഉണ്ടല്ലോ. ആ സംഗീതത്തെ പറ്റിയല്ല പറയുന്നത്. അപ്പം ഇവിടെ ഭഗവാന്റെ വേണുഗാനം അതാണ് വർണ്ണിക്കുന്നത്. ശരത്കാലത്ത് ഭഗവാൻ കാട്ടിലേക്ക് ഇറങ്ങും കുട്ടികളുടെ കൂടെ, പശുക്കുട്ടികളുടെ കൂടെ. സഗോ ഗോപാലകോ അച്യുത. ഭഗവാൻ ഓടും പിന്നാലെ, പശുക്കുട്ടികളുടെ പിന്നാലെ ഭഗവാൻ ഓടും. ഭഗവാന്റെ പിന്നാലെ ഗോപികളുടെ മനസ്സോടും. ആ ഗോപികൾ ഇവിടെ ഇരുന്നിട്ട് വിചാരിക്കുകയാണ് ഇപ്പം ഭഗവാൻ വൃന്ദാവനത്തിൽ എത്തിയിട്ടുണ്ടാവും. ആ കാട്ടിലെ പാറയുടെ മുകളിൽ ഇരിക്കുന്നുണ്ടാവും. അവർ കാണുന്നത് എവിടെയാണ്? മനസ്സിലാണ് കാണുന്നത്. നേരിട്ട് കാണുന്ന ഗോപക്കുട്ടികൾ കാണുന്നതിനേക്കാൾ ഭംഗിയിൽ ആര് കാണുന്നുണ്ട്? ആ ഗോപികൾ മനസ്സിൽ കാണുന്നുണ്ട്. ഇപ്പം ഭഗവാൻ ആ പാറയുടെ മുകളിൽ ഇരിക്കുന്നുണ്ടാവും. കുട്ടികളിപ്പം ഭഗവാന്റെ തലയിലുള്ള സ്വർണ്ണ കിരീടെടുത്ത് മാറ്റിയിട്ടുണ്ടാവും. നല്ല ഭാരല്ലേ കൃഷ്ണ, എന്തിനാ ഈ ചട്ടി കമഴ്ത്തി വെച്ചതുപോലെ ഈ കനം തലയിൽ മാറ്റട്ടെ? ഓ, അവരുടെ ഇഷ്ടം. അത് മാറ്റി പകരം ബർഹാപീഠം, മനോഹരമായൊരു മയിൽപ്പീലി. ഇതാകുമ്പോൾ ഭാരമില്ല, കാണാനും ചന്തമുണ്ടല്ലോ, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. എന്ന് മാത്രമല്ല, ഈ സ്വർണ്ണക്കിരീടാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെങ്ങനെ സമർപ്പിക്കും? മയിൽപ്പീലിയാണെങ്കിൽ ദരിദ്രന്മാർക്കും എളുപ്പം സമർപ്പിക്കാലോ. ബർഹാപീഠം നടവരവബുഹു. നാടകത്തിൽ നടൻ വേഷം കെട്ടുന്നത് പോലെ. സുന്ദരനാണ് നടനെങ്കിലും നാടകത്തിൽ അഭിനയിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? കുറച്ചുകൂടി പൗഡറൊക്കെ ഇടും, ഒന്നുകൂടി വേഷം. അതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ സുന്ദരനാണ്, പിന്നെ എന്തിനീ വേഷം കെട്ടണമെന്ന് ചോദിച്ചാൽ അതതിൻ്റെ ഒരു രീതിയാണ് അല്ലേ? അങ്ങോട്ട് കുച്ചിപ്പൊടി കളിച്ചാൽ പോലെ ചോദിച്ചാൽ അങ്ങനെയല്ല. ഭംഗിയുണ്ടാ കുട്ടിക്ക്, എന്നാലും ഒന്ന് കണ്ണുപാലിട്ട് എഴുതും, ഒന്നുകൂടി ഒന്ന് എന്താ ചോദിച്ചാൽ അതിൻ്റെ ഒരു രീതിയാണ്. ഇതുപോലെ ഭഗവാൻ സൗന്ദര്യം ഉണ്ടെങ്കിലും നടവരവബുഹു. ആ കുട്ടികൾ വന്ന് ഭഗവാനെ ഒന്നും കൂടി അലങ്കരിക്കും. നല്ല പട്ടൊക്കെ ചാർത്തി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വേഷ്ടിയൊക്കെ ഭഗവാനെ പുതപ്പിക്കും. അതൊക്കെ അവരുടെ സന്തോഷമല്ലേ ആവാം എന്ന് പറഞ്ഞ് ഭഗവാൻ നിന്ന് കൊടുക്കും. നടവരവബുഹു കർണയോ കർണികാരം ബിഭ്രദ്വാസ. ചെവിയിലുള്ള സ്വർണ്ണക്കുണ്ടലങ്ങൾ എടുത്തു മാറ്റി. എന്തിനാ കൃഷ്ണ ഈ സ്വർണ്ണക്കുണ്ടലങ്ങളൊക്കെ? ഇതിനേക്കാൾ ശോഭിക്കുന്ന നല്ല മഞ്ഞ നിറത്തിലുള്ള കൊന്നപ്പൂ ഞങ്ങൾ കൊണ്ടുതരാം എന്ന് പറഞ്ഞ് കൊന്നപ്പൂ എടുത്ത് ഭഗവാന്റെ ചെവിയിൽ തിരുകുന്നു. കർണയോ കർണികാരം ബിഭ്രദ്വാസ കനകകപിശം വൈജയന്തിയും ചമാലാം. കാട്ടിലെ കായികനികളെ കൊണ്ടും വള്ളികളെ കൊണ്ടും മൊട്ടുകളെ കൊണ്ടും ഉണ്ടാക്കിയ മനോഹരമായിട്ടുള്ള മാല ഭഗവാന്റെ കഴുത്തിൽ ചാർത്തി സ്വർണ്ണമാലയൊക്കെ എടുത്തു മാറ്റി. ഇപ്പം കൃഷ്ണ നീ ഞങ്ങളുടെ കൃഷ്ണനായി. മറ്റേതേതോ വലിയ വീട്ടിലെ രാജാവിൻ്റെ കൃഷ്ണൻ, ഇതിപ്പോൾ ഞങ്ങളുടെ കൃഷ്ണനായി എന്ന് പറഞ്ഞ് അവർ ഭഗവാനെ മനോഹരമായിട്ട് അണിയിക്കുകയാണ്, അലങ്കരിക്കുകയാണ്. രന്ധ്രാൻ വേണോഹോ. ഈ കുട്ടികളുടെ നിഷ്കളങ്ക മനസ്സ് കാണുമ്പം ഇവരെ ഒന്ന് സന്തോഷിപ്പിക്കണ്ടേ? അതിനെന്താ വേണ്ടത്? തൻ്റെ അരയിൽ ഒളിപ്പിച്ചു വെച്ച ആ മുളന്തൻ്റെ അടുത്ത് ചുണ്ടോട് ചേർത്ത് മനോഹരമായിട്ട് ഭഗവാൻ വേണുഗാനം ചെയ്യുന്നു. വൃന്ദാരണ്യം സ്വപതരമണം പ്രാവിശത് ഗീതകീർത്തി. ഗോപികൾ മനസ്സിൽ കാണുകയാണ്. അവർ ചോദിക്കുകയാണ്, ആ മുളന്തണ്ട് എന്ത് ഭാഗ്യം ചെയ്തു? ഗോപ്യഃ കിമാചരദയം
കുശലം സ്മ വേണുഃ ദാമോദരാധരസുധാം അപി ഗോപികാനാം ഭുങ്ക്തേ സ്വയം യദവശിഷ്ടരസം ഹൃദിന്യോ ഹൃഷ്യത്വജോ ശ്രുമമുചുഃ തരവോ യഥാര്യാഃ. ആ മുളന്തണ്ടെന്ത് പുണ്യം ചെയ്തു? ഭഗവാന്റെ ചുണ്ടോട് ചേർന്ന് നിൽക്കാൻ അതിന് പറ്റണില്ലേ? പൊഞ്ചിലമ്പന് കാലോട് ചേർത്ത് നിൽക്കാനല്ലേ പറ്റുള്ളൂ. കാലിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, ചുണ്ടോട് ചേർന്ന് നിൽക്കാൻ പറ്റണുണ്ടോ? ഒരു ഭക്തൻ പറയണത് വാസ്തവം പറഞ്ഞാൽ ആ മുളന്തണ്ട് ആരാ നിശ്ചയുണ്ടോ? ഓടക്കുഴൽ പരമശിവനാണ് അത്രേ. ആരെ പൊഞ്ചിലമ്പ്? പാർവതി. പണ്ട് കൈലാസത്തിൽ ചർച്ച നടക്കുകയാണ്, കൃഷ്ണാവതാരം വരാൻ പോകുന്നു, എന്തായിട്ടാണ് നീ അവതരിക്കുന്നത്? പാർവതി പറഞ്ഞു, ഞാൻ പൊഞ്ചിലമ്പായിട്ട്. എന്നാലോ പാദസരായ കാലിൽ ചേർന്നങ്ങനെ നിൽക്കാലോ? ശിവനോട് ചോദിച്ചു പാർവതി, അങ്ങോ? ഞാൻ മുരളി. ഞാൻ എന്തായി മാറും? ഓടക്കുഴലായിട്ട് മാറും. അപ്പോൾ പാർവതി പറഞ്ഞു, ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു, 11 വയസ്സ് വരെ ഓടക്കുഴൽ കയ്യിലുണ്ടാവുള്ളൂ. നമ്മൾ ചിത്രം വരയ്ക്കണ വലിയ കൃഷ്ണനും ഓടക്കുഴലൊക്കെ കയ്യിൽ വെക്കുന്നുണ്ടാവാം, പക്ഷേ ശംഖപാണിർ മുകുന്ദ, വൃന്ദാവനം വിട്ട കൃഷ്ണൻ്റെ കയ്യിൽ പിന്നെ എന്തേ ഉള്ളൂ? പിന്നെ ശംഖ കയ്യിൽ. അതൊക്കെ കുട്ടിക്കാലത്ത് പി വിളിച്ചു എന്നല്ലാതെ വലുതായി കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ 11 വയസ്സ് വരെ ഭഗവാന്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ. പൊഞ്ചിലമ്പാണെങ്കിലോ അത് വലുതാവണനുസരിച്ച് ഇതും വലുതാക്കും, അങ്ങനെ കാലിൽ തന്നെ അങ്ങ് നിൽക്കാൻ പറ്റും എന്നാണ് പാർവതി പറയുന്നത്. ശിവൻ പറഞ്ഞു, കുഴപ്പമില്ല, നിനക്ക് കാലിലല്ലേ നിൽക്കാൻ പറ്റുള്ളൂ, 11 വയസ്സ് വരെ 11 വയസ്സ് വരെ എനിക്ക് ചുണ്ടോട് ചേർന്ന് നിൽക്കാലോ. അതാണ് ഗോപസ്ത്രീകൾ ഇവിടെ പറയുന്നത്. എന്ത് ഭാഗ്യം ചെയ്തു, എന്ത് പുണ്യം ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ വേണുഗാനം വിഷ്ണു ഭഗവാന്റെ ശിവപൂജയാണ് അത്രേ. ഒരു അതിഥി വീട്ടിലേക്ക് വന്നാൽ എങ്ങനെയാണോ പൂജിക്കേണ്ടത് അതുപോലെ ആര് പൂജിക്കുന്നുണ്ട്? കൃഷ്ണൻ ഇവിടെ ശിവനെ പൂജിക്കുന്നുണ്ട്. അതിഥി വീട്ടിലേക്ക് വന്ന് അന്ന് അവിടെ താമസിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നല്ലൊരു കട്ടിൽ കൊടുക്കണം. നല്ലൊരു കട്ടിൽ കൊടുത്തു. ആർക്ക് കിടക്കാൻ? ശിവൻ എവിടെയാണ് കിടക്കുന്നത്? ആ മുരളി എവിടെയാണ് പിടിച്ചത്? തൻ്റെ 2 കൈകൾ. ആ കൈ അങ്ങനെ വെച്ചു. പരമശിവനെ കിടത്തിയാൽ മാത്രം പോരാ, നല്ല തലയണ കൊടുക്കണം, തല വയ്ക്കാൻ. തൻ്റെ ചുണ്ടിനേക്കാൾ നല്ലൊരു തലയണ വേറുണ്ടോ? പരമശിവൻ കിടക്കുന്നത് ഭഗവാന്റെ ചുണ്ടിൻ്റെ മുകളിലാണ്. തലയണ മാത്രം കൊടുത്താൽ പോരാ, ക്ഷീണം ഉണ്ടാവും, നടന്നു വന്നതാവും. കാലൊഴിഞ്ഞു കൊടുക്കണം. തൻ്റെ വിരൽ കൊണ്ട് ഓരോരോ ദ്വാരങ്ങളായിട്ട് അടയ്ക്കുന്ന സമയത്ത് ഭഗവാന്റെ പാദം, വിഷ്ണു ഭഗവാൻ ശിവൻ്റെ പാദം ഒഴിഞ്ഞു കൊടുക്കുക അത്രേ. അത് മാത്രം പോരാ, പറ്റിച്ച വീശി കൊടുക്കണം. ഒന്ന് പറഞ്ഞ് ഊതുമ്പോഴേ ആ ശബ്ദം ഉണ്ടാവുള്ളൂ. അങ്ങനെ ആ പരമശിവന് വീശി കൊടുക്കുന്നു. സത്യം പറഞ്ഞാൽ അത് വേണുഗാനല്ല, ശിവപൂജയാണത്രേ. ഗോപ്യഃ കിമാചരദയം കുശലം സ്മ വേണുഃ. ആ വേണുവിനെ പറ്റി ആലോചിക്കുമ്പം അസൂയ തോന്നുക. എന്ത് പുണ്യം ചെയ്തു ഭഗവാന്റെ ചുണ്ടോട് ചേർന്ന് നിൽക്കാൻ. അതിനെങ്ങനെ സാധിച്ചു? അതിനെങ്ങനെ സാധിച്ചു ചോദിച്ചാൽ നമ്മളും മുളന്തണ്ടുമായിട്ട് നല്ല ബന്ധമുണ്ടല്ലോ. നമ്മുടെ ശരീരം നോക്കുകയാണെങ്കിൽ ലക്ഷണമൊത്ത മനുഷ്യ ശരീരം നോക്കുകയാണെങ്കിൽ 9 ദ്വാരങ്ങളുണ്ടാവും. ലക്ഷണമൊത്ത ഓടക്കുഴനും 9 ദ്വാരങ്ങളത്രേ. നവദ്വാരേ പുരേ ദേഹി. അപ്പോൾ മനുഷ്യ ശരീരവും ഓടക്കുഴലായിട്ട് വലിയ ബന്ധമുണ്ട്. നമ്മളും ഈ ശരീരം ഭഗവാന് സമർപ്പിക്കുക വേണ്ടത്. ആരെടുത്തോളും? ഭഗവാനെടുത്ത് ചുണ്ടോട് ചേർത്താൽ രക്ഷപ്പെട്ടു. അതിനാണ് ഇരുന്ന് ഭാഗവതം കേൾക്കുന്നത്. വേറെ ഉദ്ദേശമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ എടുത്ത് ചുണ്ടോട് ചേർക്കട്ടെ. പക്ഷേ നമ്മളിപ്പം വന്നിരുന്നാൽ ഭഗവാൻ എടുക്കുമോ? ഭഗവാൻ ഓടക്കോള് കണ്ടാൽ നല്ലോണം നോക്കും, ഉള്ളു നോക്കും. ഉള്ളിൽ പൊള്ളയാണെങ്കിൽ മാത്രമേ സ്വീകരിക്കുള്ളൂ. അപ്പോഴേ ശ്രുതിക്ക് ചേരുന്ന രീതിയിലുള്ള ശബ്ദം അതിൽ നിന്ന് വരുള്ളൂ. നമ്മളെടുത്ത് നോക്കിയാലോ ഉള്ളു പൊള്ളയാണോ? കാമം, ക്രോധം, മോഹം, ലോഭം, ഈർഷ്യ, അസൂയ, കുരിഷ്ട്, കുശുമ്പ്, ഏഷണി ഇങ്ങനെ നിറച്ച് വെച്ചാൽ അതെടുത്താൽ എങ്ങനെ വിളിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തിനാ ഭാഗവതം കേൾക്കണു? ഓരോ ദിവസം കേൾക്കുമ്പോൾ ഉള്ളിലുള്ള കാമം, ക്രോധം, ലോഭം, ഈർഷ്യൊക്കെ ഇങ്ങനെ കുറഞ്ഞ് ചെത്തി നല്ല ശുദ്ധമായ ഓടക്കൊള്ളായാൽ ആരെടുക്കും? നമ്മൾ കൊടുക്കൊന്നും വേണ്ട. ആര് വന്നെടുത്തോളും? ഭഗവാൻ എടുത്തു കൊണ്ടുപോയിക്കോളും. അതാണ് ഓടക്കൊൾ എന്നത്രേ. ഈ ഗോപികൾ പറയുകയാണ്, ധന്യാസ്മ മൂഢമതയഃ ഹരിണ്യേതാഃ. ഹരിണി എന്ന് പറഞ്ഞാൽ പെൺമാനിന് സംസ്കൃതത്തിൽ പറയാം ഹരിണി എന്നാണ്. എന്താണ് ഹരിണി? ആൺമാൻ എന്താ പറയുക? കൃഷ്ണസാരഹ. എന്താ പറയുക? കൃഷ്ണസാരഹ. അത്ഭുതം എന്താ ചോദിച്ചാൽ ഈ ആൺമാൻ്റെ പെൺമാൻ്റെ പേര് നോക്കൂ. പേരിൽ എന്തുണ്ട്? കൃഷ്ണശബ്ദമുണ്ട് ഇല്ലേ? ഭഗവാന്റെ പേരില്ലേ? ഹരിണി എന്നുള്ളടത്ത് ഹരിയുണ്ട്. ഹരിക്ക് പ്രിയപ്പെട്ടവൾ എന്ന അർത്ഥം. കൃഷ്ണസാരൻ എന്ന് പറഞ്ഞാലോ കൃഷ്ണനാണ് സാരം എന്ന് മനസ്സിലാക്കിയവർ. എന്താണ് ഇവിടെ അറിയേണ്ടത്? ഭഗവാനെയാണ് എന്ന് മനസ്സിലാക്കിയവർ എന്നാണ് അർത്ഥം, പേരിൻ്റെ അർത്ഥം. അതൊരത്ഭുതമല്ലേ? ആ ജന്തുക്കൾക്ക് എങ്ങനെ അങ്ങനെ ഒരു പേര് കിട്ടി? ഇവിടെ ഗോപികൾ പറയാണ് വെറുതെ കിട്ടിയതൊന്നുമല്ല, ഭഗവാന് പ്രിയപ്പെട്ടവരാണ് അവർ. നമ്മളൊക്കെ മാനിനെ കളിയാക്കാറുണ്ടാവും കേട്ടോ. നമ്മൾ മാന്യം കഴുതയും ഒക്കെ കണക്കാക്കുക വിവരമില്ലാത്ത ജന്തുവായിട്ടാണ് അല്ലേ? കഴുതയെന്ന് വിളിച്ചെന്താ അർത്ഥം? വിവരമില്ലാന്ന് അർത്ഥം. കഴുതയെ പോലെ എന്ന് പറഞ്ഞാൽ വിവരമില്ല. കഴുത വിവരമില്ലാത്ത ജന്തുവാണ്, പോത്ത് വിവരമില്ലാത്ത ജന്തുവാണ്, മാന് വിവരമില്ലാത്ത ജന്തു നമ്മൾ പറയുന്നുണ്ടാവും. ഇവിടെ പറയുക ഗോപികൾ, ധന്യാസ്മ മൂഢമതയഃ അപി. വിവരമില്ലാത്ത ജന്തുക്കളായിക്കോട്ടെ,
എന്നാലും അവരുടെ ഒരു ഭാഗ്യം നോക്കൂ. യാനന്ദനന്ദനമുപാത്ത വിചിത്രവേഷം, ഭഗവാൻ അലങ്കരിച്ചില്ലേ മനോഹരമായിട്ടുള്ള ഈ ഭഗവാന്റെ വേഷം കാണാനുള്ള ഭാഗ്യം. വേഷം കാണുക മാത്രമല്ല, ആകർണ്യ വേണുരണിതം സഹ കൃഷ്ണസാരാഹ, തൻ്റെ ഭർത്താവിൻ്റെ കൂടെ, കൃഷ്ണസാരൻ്റെ കൂടെ ഹരിണിയിരിക്കുക. ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് വന്ന് ഭഗവാന്റെ വേണുഗാനം കേൾക്കുക മാത്രമല്ല, കാണും ചെയ്യുന്നു. കാണുക മാത്രമല്ല, കേൾക്കുകയും ചെയ്യുന്നു. ഭാഗ്യല്ലേ? അത് ഭാഗ്യമല്ലേ? നേരിട്ട് വന്ന് യൂട്യൂബ് കേൾക്കലല്ല, അത് വേറെ. നേരിട്ട് വന്ന് കാണാ കേൾക്കുക, അതിനൊരു പ്രത്യേകതല്ലേ? ഭഗവാന്റെ വേണുഗാനം അങ്ങനെ കാണാനും കേൾക്കാനും ഒറ്റയ്ക്കല്ല, ഭർത്താവിൻ്റെ കൂടെ വന്ന് കേൾക്കുക പറഞ്ഞാൽ അതൊരു ഭാഗ്യമല്ലേ? അല്ലേ? അങ്ങനെയുള്ളവർ എത്ര പേരുണ്ടാവും? കുറവായിരിക്കും. ജോഡിയായിട്ട് വന്ന ഭാഗവതം കേൾക്കാനുള്ള ഭാഗ്യം ഭഗവാൻ എല്ലാവർക്കും കൊടുക്കാറില്ല. അത്രയ്ക്കും കാരുണ്യമുള്ളവർക്ക് മാത്രമേ ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് സ്വതവേ ഉണ്ടാവുക. ഭാര്യയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഭർത്താവിന് അമ്പലത്തേക്കൊന്നും പോകണ്ട, അല്ല നീ പോവാച്ച പോയിക്കോളെ, എന്നെ കൂട്ടണ്ട, എൻ്റെ കാര്യം നോക്കിയാൽ മതി, അല്ലെങ്കിൽ തിരിച്ച്. അത്രയും ഇങ്ങനെയാണ് പൊതുവെ. പക്ഷേ ഇവിടെ നോക്കൂ, സഹ കൃഷ്ണസാരാഹ പൂജാം തഥുർവിരചിതാം പ്രണയാവലോകൈ. ആ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഭഗവാന്റെ വേണുഗാനം കേൾക്കുന്നു, കാണുന്നു. രണ്ടുപേരും ഒരുമിച്ച് ഭഗവാൻ അങ്ങനെ കേശാദിപാദം നോക്കുന്ന സമയത്തെ അവരെന്ത് ചെയ്യണം? അവർ നോട്ടം കൊണ്ട് പൂജാം തഥുർവിരചിതാം പ്രണയാവലോകൈ, നോട്ടം കൊണ്ട് ദീപാരാധന കഴിക്കുക തോന്നുന്നു ഭഗവാനെ. കേശാദിപാദം അങ്ങനെ കർപ്പൂരം ഒഴിയാണോ എന്ന് തോന്നുന്നത്രേ. ആ മാനുകളുടെ ഭാഗ്യം നോക്കൂ. ഗാവശ്ച, പശുക്കളുടെ ഭാഗ്യം നോക്കൂ. കൃഷ്ണമുഖ നിർഗത വേണുഗീത പീയൂഷം ഉത്തഭിത കർണപുടൈ പിബന്ധ്യ. ഭഗവാന്റെ വേണുഗാനം അങ്ങനെ കേൾക്കുന്ന സമയത്ത് അവർ അയവറക്കാൻ മറന്നുപോകും. നമ്മൾ മറന്നുപോകും, ഊണ് കഴിക്കാൻ മറന്നുപോകും. ഭാഗവതം കേൾക്കുമ്പോൾ നമ്മൾ വാച്ചങ്ങൻ നോക്കാം, ഇപ്പം 12:15 നിർത്തിയിരിക്കും. അതൊന്നുമില്ല, 1:20 നിർത്തുള്ളൂ. ആദ്യം പറഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ, എന്താണ്? അപ്പം അത്രയുള്ളൂ. നമ്മളിങ്ങനെ ഇതങ്ങനെയല്ല, അവർ മറന്നുപോയി, സ്ഥലം മറന്നുപോയി, കാലം മറന്നുപോയി, അയവറക്കാൻ മറന്നുപോയി, വായെന്ന് പുല്ലങ്ങനെ വീഴുകയാണ്, അറിയുന്നില്ല. വേണുഗാനം മാത്രം അവർ ശ്രദ്ധിക്കുന്നു. പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന പശുക്കുട്ടികൾ പാല് കുടിക്കാൻ വിട്ടുപോയി, കവിളിലൂടെ പാലങ്ങനെ ഒഴുകണു. അവരും ചെവി കുറിപ്പിച്ച് ശ്രദ്ധിക്കണത് എന്താ? ഭഗവാന്റെ വേണുഗാനമാണ്. ചിത്രം വരച്ചതുപോലെ പ്രകൃതി മുഴുവൻ നിശ്ചലമായി, ഒഴുകണ നദി നിന്നു. കല്ലൊഴുകാൻ തുടങ്ങി. പരസ്പരം വൈരമുള്ള മൃഗങ്ങളൊക്കെ വൈരം നിന്നു. മുയലിനെ കാണുന്ന സമയത്ത് സിംഹം ഓടി വന്ന് നക്കിത്തോർത്ത ആരെ? മുയലിനെ. ബ്രഹ്മാവ് ഇങ്ങനെ നോക്കുക, ഞാനിവരെ എങ്ങനെയല്ലല്ലോ സൃഷ്ടിച്ചത്. അത് മാറുകയാണ്. ഈ വേണുഗാനം കേട്ട് കഴിഞ്ഞാൽ ഈ ശ്രീശുകർ പോലും ഭാഗവതം കേട്ടത് എങ്ങനെയാണ്? ഈ വേണുഗാനം കേട്ടിട്ടാണ്. അദ്ദേഹം ഒരിക്കൽ കാട്ടിൽ പോയ സമയത്ത് കാട്ടിൽ കുറച്ച് ബ്രഹ്മചാരി കുട്ടികൾ ബർഹാപീഠം നടവരവപുഹു കർണയോ കർണികാരം ഈ ശ്ലോകം ചൊല്ലത് കേട്ടു. ഓടി വന്ന് അവരോട് ചോദിച്ചു, ആരാ നിങ്ങളെ ഈ മന്ത്രം പഠിപ്പിച്ചത്? എന്ത് മനോഹരമായിട്ടുള്ള മന്ത്രമാണ്, അതിൽ വർണ്ണിക്കുന്ന ആ ബാലൻ്റെ സൗന്ദര്യം. ആരാ നിങ്ങളുടെ ഗുരുനാഥൻ? അപ്പം അവർ പറഞ്ഞു, പേടി വന്നാൽ ജപിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഗുരുനാഥൻ പറഞ്ഞതാ ഈ മന്ത്രം ജപിക്കാൻ. അങ്ങനെയാകുമ്പോൾ പേടി പോകുന്നു മാത്രമല്ല, ആർക്കും നമ്മളോട് വൈരണ്ടാവില്ല. ദ്രോഹിക്കാൻ വന്നവർ പോലും ഈ ശ്ലോകം കേട്ട് കഴിഞ്ഞാൽ ദ്രോഹിക്കാണ്ട് പോവുകയാണ്. ചോദിച്ചു, നിങ്ങൾ ഏത് ഗുരുകുലത്തിലാണ് പഠിക്കുന്നത്? ആരാ നിങ്ങളുടെ ഗുരുനാഥൻ? ഞങ്ങളുടെ ഗുരുനാഥൻ അറിയില്ലേ, പേര് വേദവ്യാസൻ. അത് കേട്ടപ്പോൾ ശ്രീശുവർക്കുണ്ടായ വിഷമം. തൻ്റെ അച്ഛൻ ഇത്ര നല്ലൊരു ശ്ലോകം ഉണ്ടാക്കിയിട്ട് തന്നെ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ പഠിപ്പിച്ചു. അച്ഛൻ്റെ കയ്യിൽ അങ്ങനെ ഒരു സ്വത്തുണ്ട്, തനിക്കല്ലേ വേണ്ടത്? നാട്ടുകാരെ മുഴുവൻ പഠിപ്പിച്ചു, തനിക്കെന്തേ തരാഞ്ഞു? അദ്ദേഹം നേരെ അങ്ങോട്ട് ഓടി വ്യാസഗുഹയിലേക്ക് പോയി അച്ഛനെ തൊഴുത് നമസ്കരിച്ചു എന്നാണ്. എന്താ അച്ഛാ, ആ മന്ത്രം എന്നെ പഠിപ്പിക്കാഞ്ഞു? അപ്പോൾ അച്ഛൻ പറഞ്ഞു, അന്ന് നീ ജനിച്ച ഉടനെ നീ പുറപ്പെട്ടു പോയില്ലേ, ഞാൻ നിന്നെ പുത്രാന്ന് വിളിച്ചില്ലേ? യം പ്രവ്രജന്തം അനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു. പുത്രാന്ന് വിളിച്ചത് ഈ ശ്ലോകം പറഞ്ഞതാണ്. എന്തായാലും നാട്ടിലേക്ക് ഇറങ്ങുകയാണല്ലോ, ലോകത്തിലേക്ക് ഇറങ്ങുകയാണല്ലോ. വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നീന്തൽ പഠിക്കണത് നല്ലതാ അല്ലേ? അല്ല, ഇറങ്ങാൻ ഉദ്ദേശം അല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇറങ്ങാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ നീന്തലൊന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ? ഈ സമൂഹത്തിലേക്ക്, ഈ സംസാരത്തിലേക്ക് ഇറങ്ങുമ്പം ആദ്യം ഒന്ന് കാര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇറങ്ങിയാൽ എളുപ്പമുണ്ട്. ഭാഗവതം വായിച്ചിട്ട് പുറപ്പെടുമ്പം എളുപ്പമുണ്ട്. നമ്മൾ ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയോ ഇല്ലേ? നമ്മൾ കഥീനയ്ക്ക് തീ കൊടുക്കണത് കണ്ടു വെച്ചാൽ നമുക്ക് പൊട്ടുമ്പോഴും വലിയ വിഷമം ഉണ്ടാവില്ല. ഉണ്ടാകുമോ? കൊളുത്തണം നമ്മൾ കണ്ടു, അങ്ങനെ കൊളുത്തി പോകണം, അങ്ങനെ എത്തുമ്പോൾ നമുക്ക് ചെവി കൊത്താം. പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടുമ്പോഴും നമ്മൾ ഞെട്ടില്ല. നേരെ മറിച്ച് നമ്മളത് കണ്ടില്ല വിചാരിക്കുക. നമ്മൾ ഇങ്ങനെ പരദൂഷണം പറഞ്ഞിരിക്കുമ്പോഴേ അല്ല, ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ എളുപ്പമുണ്ട്. അതുകൊണ്ട് ഭാഗവതമൊക്കെ ഒന്ന് പഠിച്ച് ഈ വേണുഗാനൊക്കെ ഒന്ന് കേട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ലോകത്തിലെ ഇങ്ങോട്ട് ഇറങ്ങുമ്പം പലതരക്കാരുണ്ടാവും, പല രീതിയിലുണ്ടാവും. സ്നേഹമുള്ളവരുണ്ടാവും, വൈരമുള്ളവരുണ്ടാവും, പലതും ഉണ്ടാവും. മൃഗങ്ങൾ, പക്ഷികൾ, നല്ലതും ഉണ്ടാവും, ചീത്തതും ഉണ്ടാവും. കാട്ടിൽ പോയ ചന്ദനം ഉണ്ടാവും, കഞ്ചാവ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ആദ്യം മനസ്സിലാക്കി വെച്ച് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും. അതിനാണ് വിളിച്ചത് അത്രേ.
അങ്ങനെയാണ് അവിടെ ഇരുന്ന് 18,000 ഗ്രന്ഥങ്ങളുള്ള ഈ ഒരു ഭാഗവതം ശ്രീശുകർ പഠിച്ചത്. നദ്യസ്തദാ തതുപധാര്യ. ആ കാളിന്തിയുടെ ഭാഗ്യം നോക്കൂ. ഭഗവാൻ എവിടെയാണ് പോകുന്നത് വെച്ചാൽ പിന്നാലെ പോവുകയാണ്. ഭഗവാനാവട്ടെ ഇടയ്ക്ക് വേണുഗാനം ചെയ്ത് ഇറങ്ങി വന്ന് ആ കാളിന്തിക്ക് കാലും വെച്ച് അങ്ങോട്ട് ഇരിക്കും. കാളിന്തിക്ക് ഉണ്ടായ സന്തോഷം എന്തെങ്കിലും ഈ ഒരു വേണുഗാനം കഴിയുമ്പോഴേക്കും ഭഗവാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് കരുതി തൻ്റെ ഓളങ്ങളാകുന്ന കൈകളെ കൊണ്ടൊരു താമര ഒഴുക്കിക്കൊണ്ടുവന്ന് ഭഗവാന്റെ പാദത്തോട് ചേർക്കുന്നു. ഈ ഗോപികൾ പറയാണ്, ഇവിടെ ഈ കാളിന്തി നദിയെയും വൃക്ഷങ്ങളെയും പക്ഷികളെയൊക്കെ കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് തോന്നുകയാണ് ഇത് കേവലം വൃക്ഷങ്ങളും പക്ഷികളൊന്നുമല്ല. ഈ പക്ഷികളൊക്കെ മുനിമാരാ. ഭഗവാന്റെ വേണുഗാനം കേൾക്കാൻ വേണ്ടിയിട്ട് വേഷം മാറി വന്ന് പക്ഷികളുടെ വേഷത്തിലിരിക്കുക. അതുകൊണ്ടല്ലേ മിണ്ടാണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പക്ഷികൾ മിണ്ടാണ്ടിരിക്കുന്നത് നമ്മൾ കാണാറുണ്ടോ? എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കില്ലേ? ഇവിടെ ഭഗവാൻ വേണുഗാനം തുടങ്ങിയാൽ ഇവരൊന്നും മിണ്ടില്ല. മുനിമാരെ പോലെ കണ്ണടച്ചങ്ങനെ ഇരിക്കുകയാണ്. പ്രായോപദാംബ വിഹഗാമുനയ. ഈ വിഹഗങ്ങളൊക്കെ മുനിമാരാ. ഈ പർവ്വതം തന്നെ നോക്കൂ, അതൊരു പർവ്വത തോന്നുന്നുണ്ടോ? ഹന്തായ മദ്രിഡബള ഹരിദാസവര്യ. അസ്സലൊരു വിഷ്ണുഭക്തനാണത്. അതിൻ്റെ ഇരിപ്പ് നോക്കൂ. ഭക്തൻ ഭാഗവതം കേൾക്കുമ്പോൾ നിവർന്നല്ലിരിക്കുക. ഭക്തന്മാരാണെങ്കിൽ നിവർന്നായിരിക്കുക. ഇതുപോലെ ആ ഗോവർദ്ധനത്തിൻ്റെ ആ ഇരിപ്പ് കണ്ടാൽ അങ്ങനെ ഭാഗവതം കേട്ട് ഭക്തൻ നിവർന്നിരിക്കുന്നത് പോലെ. അതിൻ്റെ മുകൾക്ക് ഒഴുകി വരുന്ന നദി കണ്ടാൽ ഭക്തന് ഭാഗവതം കേൾക്കുമ്പോൾ ഇടയ്ക്ക് ആനന്ദ കണ്ണീരുണ്ടാവും. അതുപോലെ അതിൻ്റെ മുകളിൽ പൂത്തു നിൽക്കുന്ന വൃക്ഷങ്ങൾ കണ്ടാൽ ഇടയ്ക്ക് ഭാഗവതം കേൾക്കുമ്പോൾ ഭക്തന്മാർക്ക് രോമാഞ്ചം ഉണ്ടാവും. അതുപോലെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അത് കേവലം ഒരു പർവ്വതമല്ല. അതിൻ്റെ ഒരു ഭാഗ്യം നോക്കൂ. യത് രാമകൃഷ്ണചരണ സ്പർശ പ്രമോദ. രാമകൃഷ്ണന്മാരുടെ പാദസ്പർശമേൽക്കാൻ പാകത്തിന് എന്ത് പുണ്യം ചെയ്തു ഈ ഒരു പർവ്വതം. ഇവിടെയുള്ള പർവ്വതങ്ങളും വൃക്ഷങ്ങളും വള്ളികളും പൂക്കളും എല്ലാം ഭഗവാനെ തന്നെ ആസ്വദിക്കുമ്പം ഇങ്ങനെയൊരു ജന്മം മനുഷ്യജന്മം കിട്ടിയിട്ട് ആ ഭഗവാനെ നമ്മൾ ആശ്രയിക്കുന്നില്ലെങ്കിൽ നമ്മളെത്ര മോശക്കാരാലേ. നമുക്കിനി കാത്തിരിക്കണോ? ഭഗവാനെ ആശ്രയിക്കല്ലേ എന്ന് ഗോപികമാർ. അതിനെന്താ വേണ്ടത്? നല്ലൊരു ഗുരുനാഥനെ കാണുക. നമ്മുടെ ഗുരുനാഥൻ ആരാ? ശാണ്ഡിലിനല്ലേ? പോയി ചോദിച്ചാലോ എന്ത്? ഭഗവാനെ വേണം. ഒരു സാധകൻ ആദ്യം വേണ്ട ഭാവമാണത്. എന്താണ്? നേരെയാവണം. എന്താണ്? അതുണ്ടെങ്കിലല്ലേ വഴി കിട്ടിയിട്ട് കാര്യമുള്ളൂ. ഭാഗവതം വായിക്കണം എന്നുള്ള വിചാരമുള്ളവർക്കല്ലേ പുസ്തകം കിട്ടിയിട്ട് കാര്യമുള്ളൂ അല്ലേ? ആ പുസ്തകമല്ല മുഖ്യം, ആദ്യം വേണം എന്നുള്ള വിചാരമാണ് മുഖ്യം. ഭഗവാനെ വേണം എന്നുള്ള വിചാരം ആ ഗോപികൾക്കുണ്ടായി. അവർ നല്ലൊരു ഗുരുനാഥനെ പോയി കണ്ടു, ശാണ്ഡിലിനെ കണ്ടു, തൊഴുതു നമസ്കരിച്ചു. ഞങ്ങൾക്ക് ഭഗവാനെ വേണമെന്ന് പറഞ്ഞപ്പം ശാണ്ഡില്യം പറഞ്ഞു, കിട്ടിയിട്ടുണ്ടല്ലോ. എന്താണ്? വേണമെന്ന് പറയേണ്ട കാര്യമില്ല. ആരുടെ കൂടെയാണ് ഭഗവാൻ ഇല്ലാത്തത്? പക്ഷെ അങ്ങ് അനുഭവിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ആനന്ദം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അത് നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. കാശുള്ള കാര്യം അറിയില്ല, അവർക്ക് ദുഃഖം ഉണ്ടാവില്ലേ? എന്താണ്? കാശ് കയ്യിലുണ്ടെന്നുള്ള കാര്യം അറിയാത്തവർക്കും ദുഃഖം ഉണ്ടാവില്ലേ? കയ്യിൽ 1 കോടി റുപ്യ ഉണ്ട്, പക്ഷേ ഉള്ള കാര്യം നിശ്ചയില്ല. അപ്പോൾ ഇറക്കും. ഉണ്ടെന്ന് അറിഞ്ഞാലോ ദുഃഖം തീരും. എനിക്കതറിയാം, നിങ്ങൾക്കറിയില്ല. എന്തുകൊണ്ടാണ് ഞങ്ങളത് അറിയാത്തത്? അതിന് കാരണം മായയാണ്. ആരാണ്? മായയാണ് കാരണം, അജ്ഞാനമാണ് കാരണം. അതുകൊണ്ട് ഭഗവാനെ കിട്ടാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ കിട്ടാൻ ശ്രമിക്കുക എന്നല്ല, കിട്ടിയിട്ടുണ്ട്, മായ നീക്കാൻ ശ്രമിച്ചാൽ മതി. അതിനെന്താ വേണ്ടത്? മായയോട് പ്രാർത്ഥിക്കുക, ഒന്ന് മാറിത്തരണമെന്ന്. മത്സരിച്ച മായ മാറില്ല. അതിനോട് പ്രാർത്ഥിക്കുക, അമ്മയെ ഒന്ന് മാറിത്തരണേ. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ. പണ്ട് കഥയായിട്ട് പറയും, രാമനും ലക്ഷ്മണനും സീതയും പോകുന്ന സമയത്ത് നടന്നു പോകുമ്പോൾ, കാട്ടിലൂടെ പോകുമ്പം മുന്നിൽ രാമൻ, തൊട്ട് പിന്നിൽ സീത, അതിൻ്റെ പിന്നിൽ ലക്ഷ്മണൻ. ലക്ഷ്മണനാണെങ്കിൽ രാമനെ എപ്പോഴും കാണണം. ഒരു കുറഞ്ഞ സമയമാണെങ്കിൽ രാമനെ കാണാണ്ടിരുന്നാൽ ആർക്ക് വിഷമാണ്? ലക്ഷ്മണന് വിഷമാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് സീത തടസ്സമായിട്ട് വരും. രാമൻ്റെ പിന്നിൽ സീത അങ്ങനെ പോകുമ്പം ഇടയ്ക്കിടയ്ക്ക് ലക്ഷ്മണന് ഈ രാമനെ കാണാൻ പറ്റണില്ല. എന്നാൽ സീതയായതുകൊണ്ട് മാറി നിൽക്കാൻ പറയാൻ പറ്റുമോ? അമ്മയല്ലേ, അമ്മയോട് മാറി നിൽക്കാൻ പറയാൻ വയ്യ. അപ്പം എന്ത് ചെയ്യും? തൊഴുതും കൊണ്ട് അമ്മയോട് പറയും, അമ്മ ഒന്ന് അങ്ങോട്ട് നീങ്ങി നിന്നിരുന്നെങ്കിൽ എനിക്ക് ഏട്ടനെ കാണാമായിരുന്നു. അത്രയും പറയാം. ദേഷ്യം പിടിക്കാൻ പാടില്ല, അമ്മയല്ലേ. അപ്പം കാല് പിടിച്ച് യാചിക്കും, ഒന്നങ്ങോട്ട് മാറി നിന്നിരുന്നെങ്കിൽ എനിക്ക് ആ ഏട്ടനെ കാണാൻ സാധിക്കുമായിരുന്നു. ഇതുപോലെ നമുക്കും മായാ ഭഗവതിയോട് പ്രാർത്ഥിക്കും, ഒന്നങ്ങോട്ട് മാറി നിന്നിരുന്നെങ്കിൽ ഞാൻ നേരിയ പോയിരുന്നു, എന്നെ ബുദ്ധിമുട്ടിക്കരുതേ. കാത്യായനി മഹാമായേ മഹായോഗിനി അധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ. ആ ഭഗവാൻ ഞങ്ങൾക്ക് പതിയായിട്ട് വരണം. പതി എന്ന് പറഞ്ഞാൽ പാതി ഇതിപതി, രക്ഷകൻ എന്നർത്ഥം. നമ്മളെയൊക്കെ രക്ഷിക്കണത് ആരാ? ആരാ? ബാങ്ക് ബാലൻസ്, ഡോക്ടർമാർ. നല്ല ബന്ധങ്ങളുണ്ട് എനിക്ക്. എന്താ എൻ്റെ കഥ നിങ്ങൾക്കറിയോ? എനിക്ക് പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോളില്ല, വിവരമില്ല.
അതൊക്കെ ഇതൊന്നല്ല വിഷയം. നമ്മൾ വിചാരിക്കുക അതൊക്കെയാണ്. അല്ല, നമ്മുടെയൊക്കെ രക്ഷകൻ വാസ്തവത്തിൽ ഭഗവാനാണ്. പക്ഷെ ആ തിരിച്ചറിവില്ല. ഇവിടെ അവരുടെ പ്രാർത്ഥന ഭഗവാൻ രക്ഷിക്കണം എന്നല്ല, നമ്മളെയൊക്കെ രക്ഷിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ദുഃഖം ഉണ്ടാവാൻ കാരണം ആ തിരിച്ചറിവ് നമുക്കില്ല. നമ്മളെ രക്ഷിക്കുന്നത് ഭഗവാനാണെന്ന് അറിയില്ല. നമ്മൾ വേറെ പലരും വിചാരിച്ചിരിക്കുകയാണ്, ബന്ധുക്കളാണ്, നാട്ടുകാരാണ്, മറ്റുള്ളവരാണെന്നൊക്കെ കരുതിയിരിക്കുന്നു. അല്ല, ഭഗവാനാണ്, തിരിച്ചറിവ് ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരണേ എന്നാണ് അവരുടെ പ്രാർത്ഥന. അങ്ങനെ ശാണ്ഡില്യൻ പറഞ്ഞത് കേട്ട് അവർ ഭഗവതിയെ ആരാധിക്കുന്നു. 41 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതം, കാത്യായനി വ്രതം. അവർ രാവിലെ പുറപ്പെട്ട് ചെല്ലും. അങ്ങനെ കാലന്തിയുടെ തീരത്ത് ഭഗവതിയുടെ വിഗ്രഹം മണലുകൊണ്ട് ഉണ്ടാക്കി വയ്ക്കും. ഭഗവതിയെ പൂജിക്കും. 41ാമത്തെ ദിവസം ഇന്ന് ഭഗവതി പ്രത്യക്ഷപ്പെടും എന്ന് കണക്കാക്കി അവർ ചെല്ലുകയാണ്. അവർ വസ്ത്രം കഴിച്ചു വെച്ച് നീന്തിപ്പോയി അക്കരെത്തി അങ്ങനെ ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥന കഴിഞ്ഞു, പൂജ കഴിഞ്ഞു. ഇപ്പം ഭഗവതി പ്രത്യക്ഷപ്പെടേണ്ട സമയമാണ്. പക്ഷേ ആ സമയത്ത് അവർ കാത്തിരിക്കുമ്പോൾ പ്രത്യക്ഷപ്പെട്ടത് ഭഗവാനാ. കൃഷ്ണൻ്റെ വേണുഗാനം കേട്ടു. അവർക്ക് മനസ്സിലായി ആരെത്തി. രാവിലെ 3:30 ആകുമ്പോഴേക്കും ഇത്ര നേരത്തെ കൃഷ്ണൻ ഉണർന്നു വന്നു. അവർ വേഗം നീന്തി കരയിലെത്തി. അവരുടെ വസ്ത്രം എടുക്കാൻ പുറപ്പെട്ട സമയത്ത് വസ്ത്രമൊന്നും അവിടെ ഇല്ല. വെച്ചതിക്കൽ വസ്ത്രമില്ല. മുകളിലേക്ക് നോക്കിയപ്പോൾ ഒക്കെ ആ മരത്തിൻ്റെ മുകളിൽ മണ്ഡപം ഒരുക്കിയിട്ടുണ്ട് കൃഷ്ണൻ വസ്ത്രം കൊണ്ട്. മുകളിലായിട്ട് കൃഷ്ണനെ കണ്ടു. വെള്ളത്തിൽ നിന്നുകൊണ്ട് അവർ ഭഗവാനെ നോക്കി പറയാണ്, ശ്യാമസുന്ദര തേ ദാസ്യ. അല്ലയോ ശ്യാമസുന്ദര, നിൻ്റെ ദാസിമാരല്ലേ ഞങ്ങൾ, നിൻ്റെ ഭക്തകളല്ലേ, നീ ഇങ്ങനെ ഞങ്ങളോട് ചെയ്യാൻ പാടുമോ? ഇതുവരെയുള്ള കളി പോലും നല്ല കേട്ടോ. സ്ത്രീകളുടെ വസ്ത്രമൊക്കെ എടുത്ത് കൊണ്ടുപോകണം. വെണ്ണ കക്കണത് പോലെ, പാല് കക്കണത് പോലെയല്ല ചേല കെട്ടാൻ. അത് ലേശം വ്യത്യാസമുണ്ട്. നീ ധർമ്മം അറിയുന്നവനല്ലേ? ധർമ്മജ്ഞ നോ ചേത് രാജ്ഞേ ബ്രുവാമഹേ ദേഹി വാസാംസി ധർമ്മജ്ഞ. അത് ഭഗവാൻ ഇഷ്ടപ്പെട്ടു. എന്താ വിളിച്ചത്? ധർമ്മജ്ഞ. ധർമ്മം അറിയുന്നവനല്ലേ? അതുകൊണ്ട് ഭഗവാൻ വിചാരിച്ചു ഇവരെ ധർമ്മം പഠിപ്പിക്കണം. ഇവരുടെ വിചാരം ഇവർ ചെയ്യുന്നത് ധർമ്മമാണ്. ഇവർ ധർമ്മം തെറ്റിച്ചു. പക്ഷെ അതവരറിയുന്നില്ല. നമ്മൾ നമുക്ക് പറ്റിപ്പോണ അബദ്ധങ്ങൾ അറിഞ്ഞോളുന്നില്ല. നമ്മൾ ചോദിക്കും, എന്ത് തെറ്റാ ഗുരുവായൂരപ്പ ഞാൻ ചെയ്തത്? ഭഗവാൻ നോക്കി ചിരിക്കും, ഒന്നും അറിയില്ലല്ലേ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ. പക്ഷെ നമുക്കറിയണില്ല. അറിഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യുമോ? അറിവില്ലായ്മയാണ് പ്രശ്നം. അതിനാണ് ശാസ്ത്രം പഠിക്കൂ എന്ന് പറയണത്. എന്തുകൊണ്ടത് മനസ്സിലാവണില്ല? ഭഗവാൻ നോക്കുകയാണ്, ഇവരെന്താ ഈ പറയണത്? ഞാനാണോ ധർമ്മം തെറ്റിച്ചത്? ഇവരല്ലേ. നിങ്ങൾക്കിപ്പം എന്നെ പതിയായിട്ട് കിട്ടണമെന്ന് വിചാരിച്ചു. എന്നിട്ട് നിങ്ങൾ ഭഗവതിയെ ആരാധിക്കുകയാണ്. നല്ല കാര്യം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഒരു ദേവനെ ആരാധിക്കുമ്പം ഒരു ദേവനെ ബുദ്ധിമുട്ടിച്ചും കൊണ്ടാവരുത്. എന്താണ്? ഒരാളെ നമ്മൾ ആദരിക്കുമ്പോൾ വേറൊരാളെ നിന്ദിച്ചും കൊണ്ട് വേണ്ട. ഒരാളെ ചവിട്ടിത്താഴ്ത്തിയും കൊണ്ട് എന്ത് വേണ്ട, വേറെ ആളെ ആദരിക്കേണ്ട കാര്യമില്ല. അത് ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങളിപ്പം ദേവിയെ ആരാധിക്കുന്നു, ദേവനെ നിന്ദിച്ചും കൊണ്ട്. അവർ ചോദിച്ചു, ഏത് ദേവനെ? നിങ്ങളിപ്പം വരുണദേവനെ നിന്ദിച്ചില്ലേ? എങ്ങനെ? യൂയം വിവസ്ത്ര. വളരെ പ്രധാനപ്പെട്ട ഭാഗമാട്ടോ. യൂയം വിവസ്ത്ര യദപോ ധൃതവ്രത. നിങ്ങളുടെ വ്രതത്തിന് ഭംഗം വന്നു. കാരണം നിങ്ങൾ വിവസ്ത്രകളായിട്ടാണ് ജലത്തിൽ കുളിക്കുന്നത്. അവിടെ ജലത്തിൽ വിഷം കലക്കിയ കാളിയനെ ഭഗവാൻ പറഞ്ഞു വിട്ടു. ഇപ്പം വസ്ത്രമില്ലാണ്ട് വെള്ളത്തിൽ കുളിക്കുന്നത് പോലെ എന്താണ്? ജലത്തെ നിന്ദിക്കലാണ്. അതാണ് ഭഗവാന്റെ സങ്കല്പം, രീതി. അതാണ് നമ്മുടെ ഒരു സമ്പ്രദായം. കാരണം ഉശതീരി വമാതര, വെള്ളത്തെ അമ്മയിട്ട കാണുക. അത് കേരളീയർക്ക് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് മനസ്സിലാവില്ല. നമ്മൾ നാട് വിട്ടു പോയാൽ, ഇപ്പോൾ ഗംഗയിലൊക്കെ കുളിക്കാനായിട്ട് ഇറങ്ങിയാൽ ഇവിടുന്ന് പോകുന്ന അധികം പേര് ചെരുപ്പിട്ടിട്ട് ഇറങ്ങുക. എന്താണ്? അപ്പോൾ അവിടെ ഉള്ളവർ ചെരുപ്പിടില്ല. അപ്പോൾ അവരിങ്ങനെ നമ്മളെ നോക്കും. എന്നിട്ട് ചോദിക്കും, കേരളത്തിൽ നിന്നാലേ ചോദിക്കും. അപ്പം നമ്മൾ അവരോട് എങ്ങനെ മനസ്സിലായി? അവർക്കെങ്ങനെ മനസ്സിലായത്? ചെരുപ്പിട്ട് ഗംഗയിലേക്ക് ആരും അവിടെ ഇറങ്ങാറില്ല. ഗംഗ എന്ന് പറഞ്ഞാൽ അവർക്ക് ഗംഗാമാത അമ്മയാണ്. അമ്മയെ ചെരുപ്പിട്ട് ചവിട്ടെ. അവർ കുറേ ദൂരത്ത് ചെരുപ്പ് അഴിച്ചു വെച്ചിട്ടാണ് വന്ന് മുങ്ങുക. നമ്മൾ ചെരുപ്പിട മാത്രമല്ല, കാർക്കിച്ച് തുപ്പാനും നമുക്ക് മടിയില്ല. പക്ഷെ അവർക്കത് സാധിക്കില്ല. അതാണ് പ്രത്യേകത. അത് ഭാവമാണ്. അതാണ് മുഖ്യം. അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഈ ജലത്തെ, യമുനയെ ഇങ്ങനെ നിന്ദിക്കാൻ പാടില്ല. വരുണദേവനാണത്, ജലത്തിൻ്റെ ദേവത. അത് വരുണനാണ്. ആ വരുണനെ നിന്ദിക്കുകയാണ് നിങ്ങൾ ചെയ്തത്. മത്വാവി വസ്ത്രാപ്ലവനം വ്രതച്യുതിം. നിങ്ങളുടെ വ്രതത്തിന് ചുതി വന്നു. നിങ്ങൾക്ക് എന്നെ കിട്ടുന്ന കാര്യം സംശയമാണ്. അതങ്ങോട്ട് കേട്ടപ്പോൾ അവർക്ക് സഹിച്ചില്ല. ഞങ്ങൾക്ക് അങ്ങേ കിട്ടണം. അങ്ങനെയാണെങ്കിൽ വ്രതത്തിന് ചുതി വന്നില്ലേ? എന്നാൽ എന്ത് കർമ്മം അബദ്ധം പറ്റിയാലും പരിഹാരമില്ലേ കൃഷ്ണ? പരിഹാരമുണ്ട്. എന്താ പരിഹാരം? ചോദിച്ചാൽ വരുണദേവനെ നമസ്കരിക്കുക, ക്ഷമിക്കണം എന്ന് പറയാം. അവർ കരയ്ക്ക് കയറി. പക്ഷെ നമസ്കരിച്ചത് പരീക്ഷത്തെ വരുണനെയല്ല. ആരെ നമസ്കരിച്ചു? കൃഷ്ണനെ നമസ്കരിച്ചു. അതെങ്ങനെ? അവർക്ക് മനസ്സിലായി ഇവിടെ എല്ലാ ദേവനും ദേവിയായിട്ടിരിക്കുന്നത് ആരാ? ഒക്കെ ഗുരുവായൂരപ്പനാണ്, അല്ലെ? ഒക്കെ ഭഗവാനാണ്, ഒക്കെ ഈ കൃഷ്ണനാണെന്ന് അവർക്ക് മനസ്സിലായി. കാരണം ഈ ഒരു ദേവിയെ ആരാധിച്ചിട്ട് അതിൻ്റെ അവസാന ദിവസം അനുഗ്രഹിക്കാൻ വരേണ്ടത് ആരാ? ഭഗവതിയല്ലേ വരേണ്ടത്. പക്ഷെ വന്നതാരാ?
കൃഷ്ണകാളി നമോസ്തുതേ. വന്നത് കൃഷ്ണനാ. ദേവി വരേണ്ട സ്ഥാനത്ത് വന്നത് ആരാ? ഭഗവാനല്ലേ വന്നത്. അവർക്ക് മനസ്സിലായി ഇവിടെ എല്ലാ ദേവതകളുടെ രൂപത്തിലും അനുഗ്രഹിക്കുന്നത് ആരാ? ഈ പരബ്രഹ്മമാണ്. അതവർക്ക് മനസ്സിലായി. അവർ ഭഗവാനെ കണ്ട് നമസ്കരിച്ചു. ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. നിങ്ങളുടെ ആ വസ്ത്രം തിരിച്ചു തരികയാണ്, അതാ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു. പക്ഷേ ഈ കഥ നമ്മളെങ്ങനെയാണ് പറയുക? അവരെ ശീലം പഠിപ്പിക്കേണ്ടായത് എങ്ങനെയാണ് വൃത്തിയിൽ കുളിക്കേണ്ടത്, മറ്റുള്ളത് വസ്തുക്കളെയും വിഷയങ്ങളെയും നിന്ദിക്കാണ്ട് എങ്ങനെ കഴിയണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ടായത്. നമ്മൾ പാട് മറ്റേ പാട്ട് തന്നെയാണ്. ഗോപസ്ത്രീ കടയ തുകിലും വാരിക്കൊണ്ടരയാരിൻ കൊമ്പത്തിരുന്നോരു ശീലക്കേടല്ല, ശീലം പഠിപ്പിച്ചു എന്നാണ്. കുളിക്കുന്ന സമയത്ത് വസ്ത്രമില്ലാണ്ട് ജലാശയത്തിൽ കുളിക്കരുത് എന്ന് പഠിപ്പിക്കുക. മലമൂത്ര വിസർജനം ചെയ്യരുത്, കോഴി വേസ്റ്റ് കൊണ്ടുപോയി ഇടരുത്, കാർക്കിച്ച് തുപ്പരുത്, ഇത് പഠിപ്പിക്കേണ്ടായിരുന്നു. അതൊക്കെയാണ് ഇന്നും പ്രസക്തമായ വിഷയം. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ ഉള്ളിലുള്ള അജ്ഞാനം നീങ്ങട്ടെ. നിങ്ങൾ ശാന്തമായിട്ട് എന്നെ ഉപാസിക്കൂ എന്ന് പറഞ്ഞ ഭഗവാൻ അവരുടെ വസ്ത്രം തിരിച്ചു കൊടുത്തു. ഭഗവാൻ കൊടുത്തു പറഞ്ഞ അർത്ഥം എന്താ വെച്ചാൽ ഇതുവരെ അവരുടെ വസ്ത്രമായിരുന്നു. നമ്മൾ പൂജിക്കാൻ കൊടുക്കണില്ലേ? സ്വയംവരത്തിനൊക്കെ സാരി വാങ്ങി കൊടുക്കും, അത് തിരിച്ചു വാങ്ങും. എന്തിനു തിരിച്ചു വാങ്ങുന്നത്? ഭഗവാന് സമർപ്പിച്ച് തിരിച്ചു വാങ്ങും. അത് പവിത്രമായി, അത് ശുദ്ധമായി. നമ്മുടെ കയ്യിലുള്ളതുപോലെയല്ല, ശുദ്ധമായി. ഇപ്പം അവർ കണക്കാക്കുന്നത് അവരുടെ ഈ ദേഹം ഭഗവാന്റെ, ഞങ്ങൾ കൊടുത്തു ഭഗവാന്. ഇത് ആരുടെയാ? അപ്പം ഞങ്ങൾ കൊണ്ടു നടക്കണമെന്നേ ഉള്ളൂ. ഇത് ഭഗവാന്റെ. ഭഗവാൻ കൊടുത്തത് കാവ്യവസ്ത്ര. ശരിക്കും പറഞ്ഞപ്പോൾ ഉണ്ടായത് എന്താ വെച്ചാൽ ആ ഗോപികമാർ ഗൃഹസ്ഥ ജീവിതം ഏറെക്കുറെ വിട്ടു. ഇപ്പം എന്തായി മാറി? സ്വാമിനിയമ്മമാരായി മാറി. ഇതാണ് ഇപ്പോൾ അവിടെ വർണ്ണിച്ചത്. നമ്മളെപ്പോലുള്ള തനി ലൗകികന്മാർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ വർണ്ണിച്ചതാണ്. നമുക്കിപ്പോൾ സന്യാസം എന്നൊക്കെ പറയുമ്പോൾ ദേഷ്യം വരെ എണീറ്റ് പോകും. അത് പോണ്ടാ കരുതിയിട്ടാണ് ഇപ്പം ഗോപസ്ത്രീകളുടെ വസ്ത്രം മോഷ്ടിച്ച് പറയുമ്പോൾ ഇനിയിപ്പോൾ അതാണ്. ഇവ രാസലീല എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. പറയണത് എന്താ? ജീവബ്രഹ്മൈക്യമാണ് പറയണത്. നമുക്ക് മനസ്സിലാവണം. മറ്റുള്ള കാമുകി ഭാവത്തിൽ വർണ്ണിക്കുകയാണ് നമ്മൾ ഉറങ്ങാണ്ട കേൾക്കാൻ. അതല്ലാതെ ഒരിക്കലും ഈ സന്ദർഭം മറന്നുപോകരുത്. ശ്രീശുകരാണ് ഉപദേശിക്കുന്നത്. സർവസംഘ പരിത്യാഗിയായ പരമഹംസനായ ശ്രീശുകർ എല്ലാം വിട്ട് 2 ദിവസം കഴിഞ്ഞാൽ മരിക്കും പരീക്ഷത്ത്. അയാൾക്കിപ്പോൾ ഇങ്ങനെ ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ തോന്നുന്നുണ്ടോ? കൃഷ്ണനെ ഗോപസ്ത്രീകളുടെ വേഷ്ടി മോഷ്ടിച്ചു കൊണ്ടുപോയി, ഇത് പറഞ്ഞു കൊടുക്കാൻ തോന്നുന്നുണ്ടോ? ഇതൊക്കെ അലങ്കാരമായിട്ട് നമുക്ക് വർണ്ണിക്കാം, കാവ്യഭാവനയിലൊക്കെ കാണാം, തെറ്റൊന്നുമില്ല. പക്ഷേ ഈ ആശയം വിട്ടുപോകരുത്. ഏതായാലും അവർ തിരിച്ചു പോകുന്നു. പിന്നീടുള്ള കാലം അവർ ഭഗവാൻ തന്നെ സ്മരിച്ചും കൊണ്ട് കഴിയണു. ഗോപസ്ത്രീകളുടെ ശരീരത്തിനോടുള്ള അഭിമാനം ആരില്ലേണ്ടിയാക്കി? ഭഗവാൻ ഇല്ലേണ്ടിയാക്കി. ഈശ്വരനെ കിട്ടാൻ ആദ്യം വേണ്ടത് ശരീരാഭിമാനം ഇല്ലേണ്ടിയാക്കണം. കുറച്ച് കൊണ്ടുവരിക. പൂർണ്ണമായിട്ട് ഇല്ലാണ്ടിയാക്കാൻ പ്രയാസമായിരിക്കാം. ആയിക്കോട്ടെ, കുറയ്ക്കാലോ, മേക്കപ്പ് കുറയ്ക്കാലോ, വേണ്ട പറയണില്ല, കുറയ്ക്കാലോ, അത്രേ പറയണുള്ളൂ. അവരത് കുറച്ച് കൊണ്ടുവന്നു. ഇനി ശരീരത്തിനോട് ചേർന്നും കൊണ്ട് മറ്റ് പല അഭിമാനങ്ങളും ഉണ്ടാവും. പദവിയോടുള്ള അഭിമാനം. എന്താണ്? പദവിയോട്, ജാതിയോടുള്ള അഭിമാനം. അക്കാലത്ത് ബ്രാഹ്മണർക്കുള്ള ജാത്യാഭിമാനം ഭഗവാൻ ഇല്ലാണ്ടിയാക്കി. ഇന്ദ്രനുള്ളത് പദവിയോടുള്ള അഭിമാനം, അതില്ലാണ്ടിയാക്കി. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഭഗവാൻ തീരുമാനിച്ചു, ഇന്ന് നമുക്ക് ഇന്ദ്രൻ്റെ അഹങ്കാരം ഇല്ലാണ്ടിയാക്കണം. അന്ന് വലിയൊരു ഉത്സവം പോലെ അവിടെ വലിയ ഏർപ്പാടാണ്. അപ്പം ഉണ്ടാക്കുന്നുണ്ട്, അട ഉണ്ടാക്കുന്നുണ്ട്, പായസം ഉണ്ടാക്കുന്നുണ്ട്. ഭഗവാൻ ചോദിച്ചു അച്ഛനോട്, എന്താ ഏർപ്പാടെന്ന്. അച്ഛൻ പറഞ്ഞു, നീ ശ്രദ്ധിക്കാനായിട്ടാണ്, എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇത് ഇന്ദ്രപൂജ, ഇന്ദ്രയാഗം. നമ്മൾ ഇന്ദ്രനെ യാഗം ചെയ്താൽ ഇന്ദ്രൻ മഴ പെയ്യിക്കും. ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നതുകൊണ്ടാണ് ഇവിടെ പുല്ലൊക്കെ ഉണ്ടാവുന്നത്. ഇത് കഴിച്ചിട്ടാണ് പശുക്കൾ ജീവിക്കുന്നത്. ഈ പശുക്കളെ ആശ്രയിച്ചാണ് നമ്മൾ കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ദ്രനെ പൂജിച്ചാൽ നമുക്ക് ഇന്ദ്രൻ അനുഗ്രഹിക്കും. മഴ വീണത് അങ്ങനെയാണ് എന്ന് പറഞ്ഞ സമയത്ത് ഭഗവാൻ ഇന്ദ്രായമന്യും ജനയൻ, ഇന്ദ്രനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി. കാരണം ഭഗവാൻ ഈ യാഗത്തിനെതിരൊന്നല്ല, ഈ വക സൽക്കർമ്മങ്ങൾക്ക് ഭഗവാൻ എതിരല്ല. ഇന്ദ്രനെ ഒന്ന് ഇന്ദ്രനെ ഒന്ന് ഇളക്കണം എന്ന് കരുതി ഭഗവാൻ പറഞ്ഞു, അച്ഛാ അതെങ്ങനെ ശരിയാവും? യാഗം ചെയ്താലേ മഴ പെയ്യുള്ളൂ എങ്കിൽ യാഗം ചെയ്യാത്ത ദിക്കിലും മഴ പെയ്യാറുണ്ടല്ലോ. കാട്ടിലാരാ യാഗം ചെയ്യണത്? കാട്ടിൽ മഴ പെയ്യാറില്ലേ? കടലിലാരാ യാഗം ചെയ്യണത്? കടലിൽ മഴ പെയ്യാറില്ലേ? അച്ഛാ ഞാനൊന്ന് പറയട്ടെ, നമ്മൾ പൂജിക്കേണ്ടത് കർമ്മത്തെയാണ്. ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക. താൻ ചെയ്യുന്ന കർമ്മം ഈശ്വരപൂജയാക്കി മാറ്റുക, അതാണ് വേണ്ടത്. അത് ഈശ്വരപൂജയാക്കാത്തവൻ ഏത് വിഗ്രഹത്തെ പൂജിച്ചിട്ട് എന്ത് കാര്യം? അടുത്തു നിൽപ്പോരനുചര നോക്കാൻ അക്ഷികളില്ലാത്തോർക്കരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അത് വേണ്ടേ? കേമായിട്ട് വിഗ്രഹത്തെയൊക്കെ പൂജിക്കും, അടുത്തിരിക്കുന്നവൻ്റെ വിശപ്പ് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്ത് കാര്യം? അതുകൊണ്ട് അച്ഛാ, എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ നമ്മുടെ കർമ്മം വൃത്തിയിൽ ചെയ്യാൻ, അഹന്തല്ലാണ്ട് ഈശ്വരാർപ്പണമായിട്ട്. നമ്മളുടെ കർമ്മം എന്താ വിരിച്ചത് വെച്ചാൽ അത് ചെയ്യുക വൃത്തിയിൽ. നമ്മൾ ജീവിക്കുന്നത് ഈ പശുക്കളെ കൊണ്ടല്ലേ. അതുകൊണ്ട് പശു തന്നെയാണ് നമ്മുടെ ദൈവം. ആരാണ്? പശു തന്നെ. കാരണം നമ്മൾ കഴിഞ്ഞു കൊടുത്തത് പശുക്കളുണ്ടാണ്. അതുകൊണ്ട് ഇന്ദ്രനെ പൂജിക്കുന്നത് പകരം ഗോപൂജ, ഈ പശുക്കളെയാണ് പൂജിക്കേണ്ടത്. അത് മാത്രം പോരാ, ഈ ഗോവർദ്ധനം ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ സ്വസ്ഥമായിട്ടിരിക്കുന്നത്. ഈ പ്രകൃതിയെ പൂജിക്കണം. ഈ പ്രകൃതി തന്നെയാണ് എന്ത്? ഭഗവാൻ.
ഏതാവാനസ്യ മഹിമാ ജായാത്നശ്ച പൂരുഷ. ഈ കാണുന്ന ഈ പ്രപഞ്ചം ഇത് ഭഗവാൻ തന്നെയാണ്. ആ പ്രകൃതിയെ പൂജിക്കുക, അതാണ് വേണ്ടത്. ഈ ഗോവർദ്ധനത്തെ പൂജിക്കണം. പറയേണ്ടത് ഇപ്പം ശരിയല്ല, പറയാൻ പറ്റില്ല. ആള് ഒരു 7 വയസ്സ് പ്രായമുള്ളൂ, പക്ഷേ പറഞ്ഞതിപ്പം വിമർശിക്കാൻ പറ്റുമോ നമുക്ക്? എന്നാലും കൃഷ്ണൻ നമ്മൾ കുറച്ച് കാലമായിട്ട് ചെയ്തു വരുന്ന കാര്യം കണ്ട് നിർത്തുക പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല അച്ഛാ. യുക്തിക്ക് നിരക്കണതാണെങ്കിൽ ആര് പറഞ്ഞു നോക്കണ്ടല്ലോ, ചെയ്തുകൂടെ? ശരിയാണ്, എന്നാൽ അങ്ങനെയാവാം. ഗോപന്മാരോട് പറഞ്ഞു, അവരൊക്കെ അത് കേട്ടു. എന്നാൽ അങ്ങനെയാവാമെന്ന് കരുതി അങ്ങനെ ഇന്ദ്രയാഗം മുടങ്ങി. ആ സ്ഥാനത്ത് നടന്നത് ഗോവർദ്ധന പൂജ, ഗോപൂജ. പശുക്കളെയൊക്കെ കൊണ്ടുവന്നു, അതിന് തലോടുന്നു, അതിന് ഭക്ഷണം കൊടുക്കുന്നു, ഗോവർദ്ധനത്തെ അലങ്കരിക്കുന്നു, ഗോവർദ്ധനത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നു, ഗോവർദ്ധനത്തെ നമസ്കരിക്കുന്നു, അവിടെയുള്ള ഗോത്രവർഗ്ഗക്കാരെ ഒപ്പം ഇരുത്തി ഭക്ഷണം കൊടുക്കുക. ഇതാണ് അവരൊക്കെ ഗോപൂജ, ഗോവർദ്ധന പൂജ പറഞ്ഞ താല്പര്യം അതാണ്. അവിടെ വെച്ച് ഭഗവാൻ തന്നെ ഞാനാണ് ഗോവർദ്ധന ദേവത എന്ന് പറഞ്ഞ് അപ്പോൾ അവിടെയൊക്കെ എടുത്തു കഴിച്ചു. ഗോപന്മാർക്ക് വലിയ വിശ്വാസമായി. ഇന്ന് വരെ ഇന്ദ്രന് കൊടുക്കുമ്പോൾ ഇന്ദ്രൻ വരാറൊന്നുമില്ല. ഇതിപ്പം ഗോവർദ്ധനം വന്നില്ലേ, എന്താപത്തുള്ളപ്പോഴും വിളിച്ചോളൂ, ഞാനുണ്ട് സഹായിക്കാൻ എന്ന് പറഞ്ഞ് ഗോവർദ്ധനം തിരിച്ചു പോകുന്നു. വളരെ ഭംഗിയിൽ ഗോവർദ്ധന പൂജയും ഗോപൂജയും കഴിഞ്ഞു. പക്ഷേ പ്രശ്നം തീർന്നില്ല, തുടങ്ങിയിട്ടുള്ളൂ. ഇന്ദ്രൻ ഡയറി നോക്കിയ സമയത്ത് തൻ്റെ ഇക്കൊല്ലത്തെ പൂജ കിട്ടിയിട്ടില്ല. ദേഷ്യം കണ്ടു വന്നു. ആ 7 വയസ്സ് ബാലൻ പറഞ്ഞത് കേട്ട് നന്ദഗോപര് തനിക്ക് അപ്രിയം ചെയ്തു. വാചാലം ബാലിശം സ്തബ്ധം അജ്ഞം പണ്ഡിതമാനിനും. അല്ലെങ്കിലും 4 കാശ് കൈ കിട്ടിയതിൻ്റെ ഹുങ്കാണ് ആർക്ക്? ആ നന്ദർക്ക്. പശുവിനെ നോക്കി പാലൊക്കെ കിട്ടി, 10 കാശ് കയ്യിൽ കിട്ടിയപ്പോഴേക്കും എൻ്റെ നേരെ പുറപ്പെടുകയാണ്. ആ പശുക്കളല്ലേ അവരുടെ സമ്പത്ത്, അത് ഞാൻ ഇല്ലാണ്ടിയാക്കും എന്ന് പറഞ്ഞ് ഗംഭീരമായിട്ടുള്ള മഴ ആര് പെയ്യിച്ചു? ഇന്ദ്രൻ. ഇത് കണ്ട് ഗോപന്മാരും ഗോപബാലന്മാരും ഗോപക്കുട്ടികളും അവരുടെ ഗോപസ്ത്രീകളൊക്കെ ഓടി വന്നു ഭഗവാന്റെ അടുത്തേക്ക്. ഇന്ദ്രൻ്റെ കോപ തോന്നിയിട്ടുണ്ട്, നമ്മൾ മുടക്കിയില്ലേ ഇന്ദ്രൻ്റെ യാഗം, ഇന്ദ്രൻ്റെ കോപ തോന്നുന്നുണ്ട് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഇല്ല, സൽക്കർമ്മം ചെയ്യണവർക്ക് ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മളുടെ പരദേവതല്ലേ നമ്മൾ രക്ഷിക്കാൻ എന്ന് പറഞ്ഞ ഭഗവാൻ ഗോവർദ്ധനത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. ഗോവർദ്ധനമേ, നീ കാണുന്നില്ലേ ഞങ്ങളുടെ ദുഃഖം എന്ന് പറയലും ഗോവർദ്ധനം ഭഗവാന്റെ കയ്യിലേക്ക് അങ്ങോട്ട് ചാടി. ഭഗവാൻ തന്നെ ചെറുവിരൽ അങ്ങോട്ട് ഉയർത്തി ആ ഗോവർദ്ധനത്തെ എടുത്ത് തൻ്റെ കാല് പടച്ചു വെച്ചു. ഈ ഗോവർദ്ധന ദേവത പറഞ്ഞതെന്താ വെച്ചാലേ, എന്നെ ആശ്രയിച്ചോളൂ സമാധാനമായിട്ടിരിക്കാം എന്ന് പറഞ്ഞാൽ ഗോവർദ്ധനത്തെ ആശ്രയിച്ചോളൂ അല്ല, എന്നെ ആശ്രയിച്ചോളൂ സമാധാനമായിട്ടിരിക്കാം. ഗോപന്മാർക്കൊന്നൊരു സംശയം ഉണ്ടായില്ല. അവരൊക്കെ ഓടിച്ചെന്നു ആ പർവ്വതത്തിൻ്റെ ചുവട്ടിൽ അങ്ങനെ നിന്നു. 7 ദിവസം ക്ഷുത്രവ്യഥാം സുഖാപേക്ഷാം ഹിത്വാ തൈർവ്രജവാസിഭിഹി. ഭഗവാൻ ഊണ് കഴിച്ചില്ല, വെള്ളം കുടിച്ചിട്ടില്ല, കാലൊന്ന് പിണച്ചു വെച്ചത് മാറ്റിയിട്ടില്ല, എന്നാൽ കയ്യൊന്നും മാറ്റുക ചെയ്തിട്ടില്ല. ഭഗവാൻ പുഞ്ചിരിച്ചും കൊണ്ട് ആ ചെറുവരലിൽ തൻ്റെ ഗോവർദ്ധന പർവ്വതം എടുത്ത് അവരോടൊക്കെ പുഞ്ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞും കൊണ്ട് 7 ദിവസം പുറത്ത് പെരുമഴ, ഒരു തുള്ളി വെള്ളം അവരുടെ ശിരസിലായിട്ടില്ല, ആർക്കും ഒരു ജലദോഷം ഉണ്ടായിട്ടില്ല. പുറമെ ഗംഭീര മഴയാണ്, ഒന്നും അവരെ ബാധിച്ചില്ല. ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തന് പുറമെ ആരൊക്കെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും അവരെ അത് ലവലേശം ബാധിക്കില്ല. കാരണം അവർ ഭഗവാന്റെ കുടക്കീഴിലാണ് എന്ന് കാണിക്കുകയാണ് ഈ കഥ. ഇപ്പം അവർ ഇന്ദ്രനോട് പ്രാർത്ഥിക്കുകയാണ്, ഇന്ദ്ര മഴ നിർത്തരുതേ എന്നാണ് ഉപദ്രവിക്കാൻ നോക്കിയതാണ്. അവർക്കത് സുഖമായി. ഇന്ദ്ര നീ മഴ നിർത്തരുത്. എന്താ കാരണം? ഇത്ര അടുത്ത് ഭഗവാൻ ഇതിൻ്റെ മുമ്പ് കണ്ടിട്ടില്ല. ഇപ്പോൾ 7 ദിവസം രാവും പകലും ഭഗവാൻ കൂടെ തമാശ പറഞ്ഞും കൊണ്ട് പുഞ്ചിരിച്ചും കൊണ്ട് ചിരിച്ചും കൊണ്ട് ഈ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഇനി ഇല്ലാണ്ടാവോ? നാളെ നീ മഴ നിർത്തിയാൽ കൃഷ്ണൻ ഈ പർവ്വതം അവിടെ വെച്ച് പോവില്ലേ? അതുകൊണ്ട് ഇന്ദ്ര മഴ നിർത്തരുതെന്ന് പ്രാർത്ഥിക്കുകയാണ് ആ ഗോപികൾ. നമ്മൾ ഉപദ്രവിക്കാൻ നോക്കിയാൽ നമ്മൾ പറയും ഉപദ്രവിച്ചോളൂ, കാരണം ഉപദ്രവം ഉണ്ടാകുമ്പോൾ നല്ല സമാധാനം തോന്നാം. ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് അങ്ങനെയാണ് ഉണ്ടാവുക. അതാണ് കാണിച്ചിരുന്നത്. ഏതായാലും ഇന്ദ്രൻ്റെ കാര്യം മനസ്സിലായി. തൻ്റെ സ്റ്റോക്ക് തീർന്നു, തൻ്റെ കഴിവ് നഷ്ടപ്പെട്ടു, തനിക്ക് കഴിവ് തന്നത് ഭഗവാനാണെന്ന് തിരിച്ചറിഞ്ഞു. നമ്മളുടെയും കുഴപ്പമാണ്. ഐശ്വര്യം ഉണ്ടാകുമ്പോൾ അഹങ്കരിക്കും, കുറച്ച് കഴിഞ്ഞ് എന്തെങ്കിലും കിട്ടുമ്പോൾ മനസ്സിലാവും എൻ്റെ അല്ല കേട്ടോ, ഭഗവാന്റെ ആയിരുന്നു, ഭഗവാന്റെ കാരുണ്യമായിരുന്നു, മറന്നുപോയി. ഇടയ്ക്ക് ഈ മറവിയാണ് പ്രശ്നം. അത് ഓർമ്മിപ്പിക്കലാണ് 7 ദിവസം ഭാഗവതം ഓർമ്മിപ്പിക്കുകയാണ്. അല്ലട്ടോ നിങ്ങളുടെ അല്ലേ, ഭഗവാന്റെ കാരുണ്യമാണെന്ന് മറന്നു പോകരുതേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ദ്രന് തെറ്റ് മനസ്സിലായി. ഇനി എന്ത് ചെയ്യും? ഭഗവാന്റെ അടുത്തേക്ക് എങ്ങനെ പോവും? വേഗം ബ്രഹ്മദേവൻ്റെ അടുത്തേക്ക് പോയി. അങ്ങൊന്ന് എൻ്റെ കൂടെ വരൂ ശുപാർശ പറയാനേ. അങ്ങ് വന്ന് പറഞ്ഞാൽ ചിലപ്പം ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ നേരത്തെ വഷളായിട്ട് വന്നതാ, ഞാൻ അങ്ങോട്ടില്ല, ഇനിയിപ്പോൾ എങ്ങോട്ട് പോകും? കൃഷ്ണന് പശുക്കളെയൊക്കെ വലിയ കാര്യമെന്നാണ് കേട്ടത്. താൻ ചെന്നിട്ട് ആ ഗോലോകത്ത് പോയിട്ട് സുരഭി പശുവിനെ കൂടെ കൂട്ടിക്കോളൂ. സുരഭി പശുവിനെ കൂടെ കൂട്ടി അങ്ങനെ സുരഭി പശുവും ഇന്ദ്രനും കൂടി ഇവിടെ എത്തിയപ്പോൾ സുരഭി പശു കാല് മാറി. കൃഷ്ണ, നീയാണ് ഞങ്ങളുടെ ഇന്ദ്രൻ, ഇയാളൊന്നുമല്ല. ഞങ്ങളുടെ വംശത്തിനൊരു ആപത്തുണ്ടായപ്പം ഇവൻ ദ്രോഹിക്കാനല്ലേ നോക്കിയത്, നീയല്ലേ ഞങ്ങളെ അനുഗ്രഹിച്ചത്. അതുകൊണ്ട് ഗോക്കളുടെ ഇന്ദ്രൻ നീയാ എന്ന് പറഞ്ഞ സുരഭി പശു ഭഗവാനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു പാറയുടെ മുകളിലിരുത്തി തൻ്റെ അകിട്ടിലുള്ള പാലുകൊണ്ട് ഗോവിന്ദ ഇതിചാഭ്യധാത് ഗോവിന്ദ എന്ന് ജപിച്ച് ഭഗവാനെ അഭിഷേകം ചെയ്തു. ആ കറുത്ത കൃഷ്ണനെ വെളുപ്പിച്ചു.
പാലുകൊണ്ട്. ഇന്ദ്രഃ സുരഋഷിഭിഃ സാകം നോദിതോ ദേവമാതൃഭിഃ അഭ്യഷിഞ്ച തദാശാർഹം ഗോവിന്ദ ഇതി ചാഭ്യദാത്. ഇന്ദ്രൻ തൻ്റെ കണ്ണീര് കൊണ്ട് ഭഗവാന്റെ പാദം കഴുകി. ആകാശഗംഗ ഐരാവതത്തിൻ്റെ തുമ്പിക്കൈയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഐരാവതത്തിൻ്റെ തുമ്പിക്കൈ കൊണ്ട് ആകാശഗംഗ കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു. ഗോവിന്ദ പട്ടാഭിഷേകം. ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ താല്പര്യം എത്രയാണ്? ഗോ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്നർത്ഥമുണ്ട്. ഇന്ദ്രിയങ്ങൾക്ക് അധ്യക്ഷനായിട്ടിരിക്കുന്നവൻ. ഗോ എന്ന് പറഞ്ഞാൽ ഗോകുലം, ഗോകുലത്തിനെ അനുഗ്രഹിച്ചവൻ. ഗോ എന്ന് പറഞ്ഞാൽ പശുക്കൾ, പശുക്കൾക്ക് ഹിതം ചെയ്തവൻ. ശരിക്കും പറഞ്ഞാൽ ഗോ എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് എന്നാണ് അർത്ഥം. എന്താണ് ഗോവിന്ദ എന്ന് പറഞ്ഞാൽ? ഗോഭിഹി ഉപനിഷത്ത് വാക്യേഷു വിന്ദതേ ഇതി ഗോവിന്ദ. ഉപനിഷത്ത് വാക്യങ്ങളെ കൊണ്ട് തിരിച്ചറിയുന്ന സത്യം, അതാണ് ഗോവിന്ദൻ. ആശ്രയിക്കുന്നവർക്ക് ആനന്ദം കൊടുക്കുന്നവൻ. സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോഷ്ഠപ്രാങ്കണരിങ്കണലോലമനായാസം പരമായാസം മായാകൽപ്പിതനാനാകാരമനാകാരം ഭുവനാകാരം ക്ഷ്മാമാനാഥം അനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ആശ്രയിക്കുന്നവർക്ക് ആനന്ദം കൊടുക്കുന്നവൻ ഗോവിന്ദൻ. അതാണ് താല്പര്യം. ഗോവിന്ദ എന്ന് ജപിക്കുന്ന സമയത്ത് ഈ ഒരു കഥ ഓർക്കണം. ഇന്ദ്രൻ്റെ ഗർവ്, അതുപോലൊരു ഗർവ് നമുക്കും പദവിയോടുള്ള അഭിമാനമുണ്ട്. എനിക്ക് എത്ര കാശുണ്ടെന്നറിയോ, എനിക്ക് എത്ര സ്ഥലം ഉണ്ടെന്നറിയോ, എൻ്റെ ശമ്പളത്തിന് നിശ്ചയമുണ്ടോ, ഇങ്ങനെയുള്ള അഭിമാനം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പോട്ടെ. അതിനാണ് ഓരോ അധ്യായം കഴിയുമ്പോഴും 2 ഗുളിക വെള്ളം ചേർക്കാണ്ട് ഗോവിന്ദ ഗോവിന്ദ എന്ന് ജപിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഈ അഹങ്കാരമാകുന്ന രോഗം നഷ്ടപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ്. അതിനാണത് ഓർക്കേണ്ടത്, ഈ ഒരു ഭാഗം. അങ്ങനെ ഇന്ദ്രൻ്റെ ഗർവ് ശമിപ്പിച്ചു. ഗോവർദ്ധനോദ്ധാരണം എന്ന് പറഞ്ഞാൽ താല്പര്യം ഗോവിനെ വർദ്ധിപ്പിക്കുക. ഗോ എന്ന് പറഞ്ഞാൽ അറിവ്. തനി സാധാരണക്കാരായി ഉപനിഷത്തിനോടൊന്നും താല്പര്യമില്ലാതെ കഴിയുന്ന ആ ഗോപസ്ത്രീകൾ, ഗോപന്മാർ, പക്ഷെ അവർ നിഷ്കളങ്കരാ, വിനയമുള്ളവരാ. നിഷ്കളങ്കരും വിനയമുള്ളവരുമാണെങ്കിൽ അവർക്ക് ഭാഗവതം കിട്ടണ്ടേ? വേണ്ടേ? പക്ഷെ അവർക്കതിനെ പറ്റിയൊന്നും അറിയില്ല. എന്നാൽ കിട്ടണം. ഭഗവാന് വാശി. അവർക്കും അറിവിനോട് താല്പര്യം ഉണ്ടാവണം എന്ന് കരുതി കർമ്മഠന്മാരായി കഴിഞ്ഞ അവരെ ഗോവിനെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവരിൽ അറിവ് വർദ്ധിപ്പിച്ചു. താൻ ആര് എന്ന് കാണിച്ചു കൊടുത്തു. അതാണ് ഗോവർദ്ധനം എന്ന് പറഞ്ഞാൽ അറിവിനെ വർദ്ധിപ്പിച്ച കഥ. നമ്മളുടെയൊക്കെ കഥ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പണ്ടുള്ളതുപോലെയല്ലോ ഇപ്പം. മാറ്റം ഉണ്ടാവണില്ലേ? ഓരോ കൊല്ലം കഴിയുമ്പോഴും നമുക്ക് ഭാഗവതത്തിനോടുള്ള അടുപ്പം കൂടി വരണല്ലേ? ഞാനല്ല പറയേണ്ടത്. പണ്ട് ശ്രദ്ധിച്ച പോലെയാണോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്? അല്ല, വ്യത്യാസം വരുന്നുണ്ട്. ഓരോ സമയം കഴിയുമ്പോഴും നമുക്കും ഈ അറിവിനോടുള്ള താല്പര്യം കൂടി അങ്ങനെ വരിക വേണ്ടത്. കർമ്മത്തിനോടുള്ള താല്പര്യം കുറഞ്ഞ് ജ്ഞാനത്തിനോടുള്ള താല്പര്യം വർദ്ധിച്ചാൽ ഉള്ളിൽ ശാന്തി അനുഭവിക്കാം. അതാണ് താല്പര്യം. പിന്നെ രുചിയെ ജയിക്കണം. അത് വലിയ പ്രധാന. അതാണ് ഏകാദശിയാം നിരാഹാര. അതാണ് അടുത്ത കഥ. ഏകാദശി നോറ്റു നന്ദഗോപർ. ആഹാരം കഴിക്കാണ്ടിരിക്കുന്നത് നാവിനെ ജയിക്കാനാണ്. അതാണ് പ്രധാന ലക്ഷ്യം. നമ്മളെ ജയിക്കാൻ വലിയ പ്രയാസമാണ് ഇണ. അതിൽ ഇരയെ ജയിച്ചാൽ സ്വാദുള്ളതിന് പ്രാധാന്യം കൊടുക്കാണ്ടിരുന്നാൽ മതി. അങ്ങനെയുള്ളവർക്ക് കാമവാസന വർദ്ധിക്കില്ല. ആഗ്രഹങ്ങൾ കുറഞ്ഞു വരും. ആഗ്രഹമല്ലേ ദുഃഖിപ്പിക്കുന്നത്. അതുകൊണ്ട് നിരാഹാര, ആഹാരം കഴിക്കാതെ ഏകാദശി നോറ്റ നന്ദഗോപരുടെ കഥ. അദ്ദേഹം പിറ്റേ ദിവസം നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഭക്ഷണം കഴിക്കാൻ പുറപ്പെട്ടതാ. വരുണയാമം കഴിഞ്ഞില്ല. വരുണഭൃത്യന്മാർ കൊണ്ടുപോയി. ഭഗവാൻ അന്വേഷിച്ചു തന്നു. വരുണന് മനസ്സിലായി ഭഗവാന്റെ അച്ഛനാന്നേ. വേഗം തൻ്റെ സിംഹാസനത്തിൽ കൊണ്ടുപോയി ഇരുത്തി നല്ല ആസവങ്ങളൊക്കെ കൊടുത്തു. തൻ്റെ വിശറി കൊണ്ട് വീശി കൊടുക്കുകയാണ്. ഭഗവാൻ അവിടുത്തെ സമയത്ത് കാൽക്കൽ വീണു, നമസ്കരിച്ചു. വരുണൻ അറിയാണ്ട് പറ്റിപ്പോയതാ. എൻ്റെ ഭൃത്യന്മാർക്ക് അങ്ങയുടെ അച്ഛനാന്ന് അറിയില്ലായിരുന്നു, ക്ഷമിക്കണേ. ഭഗവാൻ സാരല്ല എന്ന് പറഞ്ഞ് വരുണനെ ജയിച്ച് തൻ്റെ അച്ഛനെ കൂട്ടിക്കൊണ്ട് വന്നു. ഇപ്പം വരുണനെയും ജയിച്ചു. ഇനി ജയിക്കേണ്ടത് ആര്യാ? ഇനിയാണ് കാമജയം. അതാണ് വളരെ പ്രധാനം. രാസം എന്നാണ് പറയുക. രാസം എന്ന് പറഞ്ഞാൽ അർത്ഥം രസത്തിൻ്റെ ഭാവം. ഈ ലോകത്ത് നമ്മളൊക്കെ എല്ലാ കർമ്മവും ചെയ്യുന്നത് ഒരു ഒറ്റ ഉദ്ദേശത്തിലാണ്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും, ഭാഗവതം കേൾക്കുന്നവരും കേൾക്കാത്തവരും, ധർമ്മം അനുഷ്ഠിക്കുന്നവരും അധർമ്മം അനുഷ്ഠിക്കുന്നവരൊക്കെ ഒറ്റ ഉദ്ദേശമാണ്, രസമാവണം. എന്താവണം? എതിരഭിപ്രായം ഉണ്ടോ? സുഖം ആവണ്ടെന്നുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? ഒന്ന് കൈവന്തിക്കൂ. സുഖം വേണ്ട തിരുമേനി. അങ്ങനെ ഉണ്ടാവില്ല. എല്ലാ പണി ചെയ്യണതും ഭാഗവതം കേൾക്കണതും എന്തിനാ? സുഖാവണം ചേട്ടാ. സുഖാവണില്ലെങ്കിലോ? സുഖാവണില്ലെങ്കിൽ ഉറങ്ങുമ്പോൾ സുഖമുണ്ട്. അതുകൊണ്ടാണ് ഉറങ്ങണതേ. ദുഃഖമായിട്ട് ആരും ഉറങ്ങാറില്ലല്ലോ. അതല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് ഊണ് കഴിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. സുഖം തന്നെയാണ്, അതല്ല പറയണ്ട. ആരായാലും ജീവിതത്തിൻ്റെ ലക്ഷ്യം ഒറ്റയൊന്നേ ഉള്ളൂ, രസമാവണം. രസത്തിൻ്റെ ഭാവമാണ് രാസം. നമ്മുടെ വിചാരം എന്താ ചോദിച്ചാൽ ഈ രസം പുറത്താന്നൊരു വിചാരം നമുക്കുണ്ട്. അതാണ് ഒരിക്കലും സുഖം നിലനിൽക്കാത്തത്. തൽക്കാലം വന്നു പോകും. സുഖമില്ല എന്ന് പറയണില്ല. നമ്മൾ കുറ്റം പറയുമ്പോൾ സുഖമുണ്ട് ഇല്ല പറയാൻ പറ്റും. അതൊക്കെ ഇല്ല പറഞ്ഞാൽ പറ്റില്ല. ഇവിടെ പായസം കഴിക്കുമ്പോൾ സുഖമുണ്ട്, സീരിയൽ കാണുമ്പോൾ സുഖമുണ്ട്,
സിനിമ കാണുമ്പോൾ സുഖമുണ്ട്, ഇതൊന്നും ഇല്ല പറഞ്ഞാൽ പറ്റില്ല, ഉണ്ട് ഇല്ല പറയണില്ല. പക്ഷെ അത് നീണ്ടു നിൽക്കുന്നുണ്ടോ? എത്ര നേരം പറ്റും? അതാ ചോദ്യം. ജീവിതത്തിൽ വലിയ വിഷമം ഉണ്ടാകുമ്പോൾ ആ സിനിമ കാണുമോ? ഇഷ്ടപ്പെട്ട പായസം ദുഃഖിച്ചിരിക്കുമ്പോൾ കഴിക്കുമോ? അതെന്താ അപ്പം സുഖിപ്പിക്കാത്തത്? ഒരേ കാര്യം പിന്നെ ആകുമ്പം ചിലപ്പോൾ സുഖമായിക്കൊള്ളുന്നില്ല. എന്താ അങ്ങനെ? എന്താ നീണ്ടു നിൽക്കാത്തത്? ദുഃഖം കൂടുതലും, സുഖം കുറച്ചേ ഉള്ളൂ. അതാണ് പ്രശ്നം. നമ്മുടെ വിചാരം വസ്തുക്കളിലാണ് സുഖമിരിക്കണമെന്നാണ്. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയല്ല. സുഖമിരിക്കുന്നത് എവിടെയാണ്? അവനവനിൽ തന്നെയാണ്. അതിലേക്കൊന്ന് ശ്രദ്ധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു 5 അധ്യായം. രസോവൈ സഹ, ഉപനിഷത്ത് പറയും രസം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. അതാണ് നമ്മുടെ സ്വരൂപം, ആനന്ദമാണ്. പക്ഷെ നമ്മളൊക്കെ ഒട്ടകത്തെ പോലെയാണ്. ഒട്ടകം മുൾച്ചെടി വലിയ ഇഷ്ടമാണ്. അതിൻ്റെ വിചാരം എന്താ വെച്ചാൽ മുൾച്ചെടിക്ക് നല്ല സ്വാദാണ്. വാസ്തവം പറഞ്ഞാൽ മുൾച്ചെടിക്കല്ല സ്വാദ്, അതിൻ്റെ ചോരയ്ക്കാണ് സ്വാദ്. അത് മുൾച്ചെടി കഴിക്കുന്ന സമയത്ത് അതിൻ്റെ വായ മുറിയും, എന്നിട്ട് മുൾച്ചെടിയോട് ചേർന്ന് തൻ്റെ ചോര തന്നെ കുടിക്കും. എന്നിട്ട് അതെന്ത് വിചാരിക്കും? മുൾച്ചെടിക്ക് നല്ല സ്വാദാണ്. ഇതുപോലെ സീരിയൽ കണ്ട് നമ്മൾ നല്ല സീരിയലാണ്, അല്ലല്ല നല്ല ഞാൻ, എൻ്റെ ഉള്ളിലുള്ള ആനന്ദം അവിടെ തട്ടി പ്രതിബിംബിക്കുകയാണ്. ഈ ആനന്ദത്തിൻ്റെ ചെറിയൊരു അംശം കിട്ടിയപ്പോൾ എനിക്ക് സുഖം തോന്നുകയാണ്. അതാണ് സത്യം. പക്ഷെ അറിയുന്നില്ല. എന്താ തെളിവ്? തെളിവ് എന്താ ചോദിച്ചാൽ ആരും ഇല്ലാണ്ട് തന്നെ സുഖമായിട്ടിരിക്കാൻ പറ്റണില്ലേ? ആരെയും ആശ്രയിക്കാണ്ട് ഇല്ലേ? ഇല്ല, പറ്റണില്ല. ഉറക്കത്തിൽ എങ്ങനെയാണ് ആരെയും ആശ്രയിക്കണത്? ഉറക്കത്തിൽ സുഖമാണ്, ആരെയും ആശ്രയിക്കും. ഒന്നും കഴിക്കുന്നില്ല, കുടിക്കുന്നില്ല, പരദൂഷണം പറയുന്നില്ല, കാണുന്നില്ല, കേൾക്കുന്നില്ല. പക്ഷെ എന്താ? സുഖമായിട്ട് ഉറങ്ങി. അവിടെ ആരേ ഉണ്ടായിരുന്നുള്ളൂ? ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭഗവാന്റെ കൂടെ ആയതുകൊണ്ടാണ് ഇത്ര കണ്ട് സുഖം. അത് ഉണർന്നിരിക്കുമ്പോഴും ഭഗവാനെ വിട്ടു പോവാണ്ടിരിക്കൂ, അത്രേ പറയുന്നുള്ളൂ. ജാഗ്രത അവസ്ഥയിലും എന്തിനീ ഭഗവാനെ നമ്മൾ തട്ടിമാറ്റണത്? ഉറങ്ങാൻ ഇത്ര കണ്ട് ഇഷ്ടം ഉണ്ടാവാൻ കാരണം എന്താ? ഭഗവാനെ കെട്ടിപ്പിടിക്കായതുകൊണ്ടാണ്. പകലാവുമ്പോൾ ഭഗവാനെ നമ്മൾ തട്ടിമാറ്റി കൊതറി ഓടുന്നത് കൊണ്ടാണ് ദുഃഖം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഉണർന്നിരിക്കുമ്പോഴും ഭഗവാനെ വിടാണ്ടിരുന്നാൽ മതി, മനസ്സ് ഭഗവാനിൽ വെച്ചാൽ മതി. എന്നാൽ ജാഗ്രത അവസ്ഥയിലും സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റും. അതാണ് ഇപ്പം ഈ ഒരു കഥ കാണിച്ചിരുന്നത്. ഭഗവാന പിതാരാത്രി ശരദോദ്ഫുല്ല മല്ലിക. ഭഗവാൻ ആ ഗോപസ്ത്രീകൾ അന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പക്വത നേടിക്കഴിഞ്ഞാൽ ഞാൻ അനുഗ്രഹിക്കും. നമ്മൾ പക്വത നേടിയാൽ അനുഗ്രഹിക്കുള്ളൂ കേട്ടോ. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മൾ ഈ പാത്രം കമഴ്ത്തി വെച്ചാൽ എങ്ങനെയാണ് ഭഗവാന്റെ അനുഗ്രഹം അതിലേക്ക് വീഴുക? നമ്മളെന്ത് ചെയ്യണം? പാത്രം ഒന്ന് മരത്തി വെച്ചാൽ വീഴും. നമ്മളൊന്ന് തയ്യാറാവണം, അത് വളരെ പ്രധാനം. ഇപ്പം അവർ തയ്യാറായി, അവരുടെ ഉള്ളിലുള്ള കളങ്കം കുറേയൊക്കെ പോയി എന്ന് മനസ്സിലാക്കി ഭഗവാൻ അവരെ അനുഗ്രഹിക്കണം തീരുമാനിച്ചു. തൻ്റെ ഓടക്കോടെടുത്ത് ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് പോയി മനോഹരമായിട്ട് വേണുഗാനം ചെയ്യുന്നു. നിശമ്യഗീതം തദനംഗവർദ്ധനം വ്രജസ്ത്രീയ കൃഷ്ണഗൃഹീതമാനസാഹ. ആ വേണുഗാനം വ്രതത്തിലുള്ള ഗോപികൾ കേട്ടു. എല്ലാവരും കേട്ടോ? എല്ലാവരും കേട്ടില്ല. കുറച്ച് പേര് കേട്ടു. എല്ലാവരും വന്നോ? കേട്ടെല്ലാവരും വന്നില്ല, കുറച്ച് പേര് വന്നു. എല്ലാവർക്കും നോട്ടീസ് കൊടുത്തു, കുറച്ച് പേർക്ക് കൊടുത്തു. നോട്ടീസ് കിട്ടിയവരെല്ലാവരും എത്തിയോ? കുറച്ച് പേരെത്തി. നോട്ടീസ് കിട്ടാത്തവരെത്തിയിട്ടുണ്ടാവും. അത് ഭഗവാന്റെ വിളി കേട്ടവർ മാത്രമേ എത്തുള്ളൂ. നമ്മൾ അധ്വാനിച്ചിട്ടും കാര്യമില്ല. ഈ വേണുഗാനം എന്ന് പറഞ്ഞ താല്പര്യം ഉള്ളിലുള്ള തോന്നലാണ്. ഭാഗവതം കേൾക്കണം, അത് പഠിക്കണം, അറിയണം എന്നുള്ളൊരു വിചാരം ഉള്ളിലുണ്ടാവും. പുറമെയല്ല വേണുഗാനം, ഉള്ളിലാണ്. ഒന്നും കൂടി പച്ചയ്ക്ക് പറഞ്ഞാൽ സന്യസിക്കണം. എന്താണ്? ഇനി വയ്യ, ഇനി പറ്റില്ല, കുറേയൊക്കെ പിടിച്ചു തോന്നുന്നു, ഇനി സന്യസിച്ചേ പറ്റൂ എന്നൊരു വിചാരം അതെല്ലാവർക്കും ഉണ്ടാകുമോ? വളരെ കുറച്ച് പേർക്ക്. അതാണ് കുറച്ച് ഗോപികൾ അത് കേട്ടു. അവർ വ്യത്യസ്ത വസ്ത്രാഭരണാഹ, അവരുടെ വസ്ത്രവും ആഭരണമൊക്കെ മാറിപ്പോയി. കണ്ണെഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേണുഗാനം കേട്ടപ്പോൾ ഒരു കണ്ണെഴുതിയിട്ടുള്ളൂ, മറ്റേ കണ്ണെഴുതിയിട്ടില്ല. ഓടി ആരുടെ അടുത്തേക്ക്? ഭഗവാന്റെ അടുത്തേക്ക് ഓടി. കുട്ടിയെ ലാളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തൊട്ടിലൊക്കെ എടുത്തിട്ട് പാട്ടുപാടി ഉറക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് വേണുഗാനം കേട്ടത്. ആ കുട്ടി കരയുണ്ടോ നോക്കണില്ല. ആ അമ്മ കുട്ടിയെ വിട്ടോടി. ഭർത്താവ് ഊണ് കഴിക്കുക. മോര് വേണമെന്ന് പറഞ്ഞപ്പം അതെടുക്കാൻ വേണ്ടി അടുക്കളയ്ക്ക് പോയതാ. അദ്ദേഹം കുഴി കുഴിച്ച് ഇങ്ങനെ കയ്യിൽ നീട്ടി നിൽക്കുകയാണ്. അടുക്കളയുടെ വാതിൽ തുറന്ന് ഭാര്യ ആ വഴിക്ക് വേണുഗാനം കേട്ട ദിക്കിലേക്ക് പോയി. ഭർത്താവിനെ വിട്ടു, മക്കളെ വിട്ടു, അച്ഛനമ്മമാരെ ഉപേക്ഷിച്ചു, ഭഗവാന്റെ അടുത്തേക്ക് ഓടി. ഒരു തെറ്റുമല്ല, അത് തെറ്റായിട്ട് പറയരുത്. വേറെ ആരുടെ അടുത്തേക്കും അടുത്തേക്ക് ഓടിയാൽ തെറ്റാണ്. ഭഗവാന്റെ അടുത്തേക്ക് ഓടുന്നത്, സപ്താഹം കേൾക്കാൻ വരുന്നത് കുറ്റമായിട്ട് പറയുമോ? പരദോഷം കേൾക്കാൻ പോകുന്നത് കുറ്റ. ഭഗവാനെ ആശ്രയിക്കുന്നത് കുറ്റമല്ല. അതുകൊണ്ട് ഇവരെ നമ്മൾ കുറ്റം പറയണ്ട. വ്യത്യസ്ത വസ്ത്രാഭരണ, അവരുടെ വസ്ത്രവും ആഭരണമൊക്കെ മാറിപ്പോയി. പരീക്ഷത്തെ അരഞ്ഞാനടുത്ത് കഴുത്ത് കെട്ടിയിട്ടുണ്ട്, മുക്കുത്തിരുത്തും കമ്മലാക്കിയിട്ടുണ്ട്. അതവരെ പരിഹസിക്കാൻ പറഞ്ഞതാണോ? ഒരിക്കലുമല്ല. അവർക്ക് ഇപ്പം വസ്ത്രത്തിനോടൊന്നും വലിയ ഭ്രമമില്ല എന്ന് കാണിക്കാൻ പറഞ്ഞതാണ്. അവരിപ്പോൾ കാവ്യവസ്ത്രം മാത്രമേ ഉള്ളൂ. കാവ്യന്നെ വസ്ത്രമില്ല എന്ന് കാണിക്കാനാണ് ഈ കാവ്യം. അവർക്കിപ്പോൾ എന്തില്ല, ശരീരത്തിനോട് ഒട്ടും അഭിമാനമില്ല. പണ്ടുണ്ടായിരുന്നു. കാരണം ഭഗവാൻ അവതരിച്ച സമയത്ത് അവർ വീട്ടിൽ പോയിട്ട് പട്ടുസാരി എടുത്ത് വന്നത് ഓർമ്മ ഉണ്ടല്ലോ. ഉണ്ടായ കുട്ടിക്ക്, ഇപ്പം ഉണ്ടായ കുട്ടിക്ക് എന്ത് കാണാൻ, എന്തിനെത്ര കേമായിട്ടുള്ള വേഷം കിട്ടുന്നു. അന്ന് അവർക്ക് അഭിമാനം ഉണ്ടായിരുന്നു. ഇപ്പം
അവർക്ക് അഭിമാനം ഇല്ല എന്ന് കാണിക്കാനാണ്. വ്യത്യസ്ത വസ്ത്രാഭരണ, അവർ വസ്ത്രവും ആഭരണവും ശ്രദ്ധിക്കാണ്ട് ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്നു. ഭഗവാൻ അവരെ കണ്ടപ്പോൾ ചോദിച്ചു, സ്വാഗതം വോ മഹാഭാഗ, അല്ലയോ ഭാഗ്യവതികളെ. എന്താ അങ്ങനെ വിളിക്കാൻ കാരണം? സപ്താഹം കേൾക്കാൻ തോന്നിയല്ലോ, ഭാഗ്യമുള്ളവർക്ക് അത് തോന്നുള്ളൂ. എന്നെ കാണാൻ വരാൻ തോന്നിയല്ലോ, ഭാഗ്യം ചെയ്തവരാ. എന്താ ഇപ്പം നിങ്ങൾ ഈ രാത്രി സമയം ഇങ്ങോട്ട് വരാൻ കാരണം? അവരെന്തോ പറയാൻ പുറപ്പെട്ടു. അപ്പോഴേക്കും ഭഗവാൻ തന്നെ മറുപടി പറഞ്ഞു, ഓ, ഈ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന സമയത്ത് ഈ കാട് കാണാൻ നല്ല ഭംഗിയല്ലേ, എനിക്കും വലിയ ഇഷ്ടമാണ്, നിങ്ങൾ കണ്ടോളൂ, ഇതാണ് മുല്ലപ്പൂവ്, ഇതാണ് പനിനീർ പുഷ്പം എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ആ പൂക്കളെയൊക്കെ പരിചയപ്പെടുത്തുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നാൽ പിന്നെ പൂവല്ലേ, തദ്യാത, കണ്ടില്ലേ കാട്, തിരിച്ചു പോയിക്കോളൂ. എവിടേക്ക്? വള്ളിക്കൂടിലേക്കാണോ? അല്ലല്ല, ചിരം ഗോഷ്ഠം, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് ചെല്ലൂ. അവിടെ ഭർത്താക്കന്മാരില്ലേ, മക്കളില്ലേ, അച്ഛനമ്മമാരില്ലേ? ഈ രാത്രി 12:30 ഈ കാട്ടിൽ വന്നിരിക്കുക പറഞ്ഞാൽ അത് ശരിയാണോ എന്ന് ഭഗവാൻ ചോദിച്ചു. ഇതുപോലെ അപ്പോൾ കൂട്ടി വായിക്കണം. ഒരു ശിഷ്യൻ സർവസംഘ പരിത്യാഗം ചെയ്ത് എല്ലാം വിട്ട് തൻ്റെ ഗുരുനാഥൻ്റെ അടുത്തേക്ക് ഓടി വന്നാൽ, എനിക്ക് സന്യസിക്കണം എന്ന് പറഞ്ഞു വന്നാൽ, ആ ഗുരുനാഥൻ ആദ്യം ചോദിക്കുക ചോദ്യം എന്താ വെച്ചാൽ, താൻ കല്യാണം കഴിച്ചതല്ലേ, എന്താണ്, ഭാര്യയൊക്കെ അല്ലേ, മക്കളൊക്കെ അല്ലേ, ഉദ്യോഗമല്ലേ, വേണ്ടാന്ന് വെക്കുകയാണോ, അച്ഛൻ്റെ അമ്മയുടെ കഥ എന്തായി എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ ചിലരെന്ത് പറയും, അത്രയ്ക്കും കണ്ട് ആലോചിച്ചില്ല, എന്നാൽ പോയിക്കോളും. അതന്നെയാണ് ഭഗവാൻ ഇവിടെ ചോദിച്ചത്. നിങ്ങളൊക്കെ ആലോചിച്ചിട്ടാണോ? ഭർത്താക്കന്മാരില്ലേ, മക്കളില്ലേ, അച്ഛനമ്മമാരില്ലേ? ചില ശിഷ്യന്മാരെന്ത് പറയും, ഒക്കെ ആലോചിച്ചിട്ടാ. അവരൊക്കെ ഞാൻ ആരെ ഏൽപ്പിച്ചു? ഭഗവാൻ ഇങ്ങോട്ട് ഏൽപ്പിച്ചു. എന്താണ്? അവരൊക്കെ നോക്കണത് ഭഗവാനാണെന്നുള്ള തിരിച്ചറിവുണ്ടായി. നമ്മളൊക്കെ കുറേ നോക്കിയിട്ടും അവർ നേരെയ്യോ? അങ്ങനെ ആക്ഷേപമായിട്ട് പറയല്ല. നമ്മളൊക്കെ കുറേ കഷ്ടപ്പെട്ട് ശ്രദ്ധിച്ചിട്ട് നേരെയായോ? എത്രയോ പേര് നേരെയായവരുണ്ട്, ചോദിച്ചു നോക്കൂ. അച്ഛനമ്മ ശ്രദ്ധിച്ചിട്ടാണോ? ചോദിച്ചു നോക്കൂ. ആണോ? എത്ര അച്ഛനമ്മമാർ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുട്ടിയുടെ കാര്യം നോക്കിയിട്ടേ ഇല്ല, പക്ഷെ അതെങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും അബദ്ധ. അത് എന്താ മറുപടി പറയുക? നോക്കണ്ടെന്നല്ലേ, ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം അതൊരു പ്രധാനം. ഭഗവാന്റെ തലോടലുണ്ടെങ്കിൽ പിന്നെ അവരാരും തലോടിയില്ലെങ്കിലും കുഴപ്പമില്ല, രക്ഷപ്പെടും. ഇവിടെ നല്ലൊരു ത്യാഗിയാണെങ്കിൽ, എല്ലാം വിട്ടു വരുന്നവനാണെങ്കിൽ അദ്ദേഹം പറയും, ഞാനൊക്കെ സമർപ്പിച്ചു, ഭാര്യയും കുട്ടലെയൊക്കെ ഭഗവാനെ ഏൽപ്പിച്ചു. അപ്പോൾ താൻ സന്യസിക്കാൻ ഉറപ്പിച്ചു. ഭാര്യയുടെയും മക്കളുടെയും കഥ, ഗുരുനാഥ, ഇന്ന് ഞാൻ അങ്ങോട്ട് മരിച്ചു വിചാരിക്കുക, അവരുടെ കഥ എന്താണ്? അല്ല, അങ്ങനെ സംഭവിക്കാമല്ലോ, എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, ആരും പ്രതീക്ഷിക്കാണ്ടില്ലേ മരണമൊക്കെ സംഭവിക്കുന്നത്. ഇന്ന് അങ്ങോട്ട് മരിച്ചു എന്ന് വിചാരിക്കുക, ഭാര്യയുടെ കഥ എന്താ, കുട്ടികളുടെ കഥ എന്താ, അച്ഛൻ്റെ കഥ എന്താ, അമ്മയുടെ കഥ എന്താ? ഇതന്നെയാണ് സന്യാസം. മരിച്ചു, ആൾ മരിച്ചു, നീ വേറെ ആളാണ്. അതങ്ങോട്ട് കേട്ടതും ഭഗവാൻ പറഞ്ഞു, എന്നാൽ പിന്നെ പഠിപ്പിക്കും, സന്യാസം തരാം. അപ്പോഴാണ് ഗുരുനാഥൻ പറയാം, എന്നാൽ കാവ്യവസ്ത്രം തരട്ടോ. ഈ ഒരു വിരക്തി വേണം. തൽക്കാലത്തേക്ക് വൈരാഗ്യം ഉണ്ടായാൽ പോരാ. തൽക്കാലം അങ്ങോട്ട് സപ്താഹമൊക്കെ 7 ദിവസം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും മതി ഇട്ടോ എന്നൊക്കെ തോന്നും. 2 ദിവസം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ മാറും. അതല്ല, ഇത് അത്രയ്ക്കും വിരക്തി ഉണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ് ഭഗവാൻ അവരുടെ ധർമ്മബുദ്ധി പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾക്ക് ഭർത്താക്കന്മാരില്ലേ, ഭർത്തുഹു ശുശ്രൂഷണം സ്ത്രീണാം പരോധർമ്മ, സ്ത്രീകളുടെ പരമമായ ധർമ്മം കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെ നോക്കൽ തന്നെയാണ്. നോക്കുക പറഞ്ഞാൽ കണ്ടുപിടിച്ച് നോക്കലല്ല, അതിപ്പുണ്ട്. അതല്ല, നോക്കുക പറഞ്ഞാൽ ശുശ്രൂഷിക്കുക, പരിചരിക്കുക, ഭർത്താവിനെ തന്നെ ഭഗവാനായിട്ട് കാണുക. ആ ഭർത്താവിന് എങ്ങനെയുള്ള ആളാണെങ്കിലും, ദുശ്ശീലഹ ദുർഭഗഹ വൃദ്ധഹ ജഡഹ, ദുശ്ശീലുള്ളവനാവട്ടെ, ഭാഗ്യമില്ലാത്തവനാവട്ടെ, പ്രായമുള്ളവനാവട്ടെ, ബുദ്ധിയില്ലാത്തവനാവട്ടെ, എന്നാലും പത്നി എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കൂ, തിരുമേനി കേൾക്കട്ടെ എന്ന് ഭർത്താക്കന്മാർക്ക് തോന്നും. അത് തെറ്റൊന്നുമില്ല. ഇതിപ്പോൾ സ്ത്രീകളോട് പറയുമ്പോൾ ഭഗവാൻ അങ്ങനെ പറഞ്ഞു. പുരുഷന്മാരുടെ എന്താ പറയുക? പത്നി ശുശ്രൂഷണം പുംസാം പരോധർമ്മോഹ്യമായ. കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയെ നോക്കേണ്ടതാണ് ഭർത്താവിൻ്റെ ഏറ്റവും വലിയ ധർമ്മം. നോക്കണം. മക്കളുണ്ടെങ്കിൽ മക്കളുടെ കാര്യം ശ്രദ്ധിക്കണം, നോക്കണം. അത് തന്നെയാണ് ധർമ്മം. ഭഗവാൻ ധർമ്മത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അവർ ഭഗവാനെ നോക്കി ചിരിച്ചും കൊണ്ട് പറഞ്ഞു, മയീവം വിഭോർഹതി ഭവാൻ ഗതിതും ദൃശംസം. ഭഗവാനെ, ഈ വർത്തമാനം അങ്ങേക്ക് ഒട്ടും ചേരുന്നില്ല, ഉള്ളത് പറയാലോ. അങ്ങയുടെ ഈ മുഖം വെച്ച് അങ്ങ് ഇങ്ങനെ വർത്തമാനം പറയരുത്. ഞങ്ങൾ തൽക്കാലത്തേക്ക് വന്ന് അങ്ങയുടെ കൂടെ കുറച്ചു നേരം ഇവിടെ നിന്ന് നൃത്തം വെച്ച് തിരിച്ചു പോകാമെന്ന് കരുതി വന്നവരല്ല. ഞങ്ങളെല്ലാം തിരിച്ചു വന്നതാണ്. ഇനി തിരിച്ചു പോക്കില്ല. അതാണ് സന്യാസം. ഇനി തിരിച്ചു പോക്കില്ല. ഇവിടെ കുറച്ചു നേരം നൃത്തം വെച്ച് തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് പോകാൻ കരുതി വന്നവരല്ല ഞങ്ങൾ. ഒരു പുരുഷൻ്റെ അടുത്തേക്ക് ഓടി വന്ന സ്ത്രീകളായിട്ട് കണക്കാക്കണ്ട. ഞങ്ങൾ അങ്ങനെ വന്നവരല്ല. അങ്ങ് ഞങ്ങളോട് തിരിച്ചു പോകാൻ പറയരുതേ. അങ്ങയുടെ ഉപദേശമൊക്കെ കയ്യിൽ വെച്ചോളൂ. ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, ഇവിടെ നിത്യപ്രിയനായിട്ടുള്ളത് അങ്ങ് മാത്രമാണ്. ഞങ്ങളുടെ ഭർത്താവൊക്കെ ഞങ്ങൾക്ക് നിത്യപ്രിയനല്ല. ലോകത്തൊരു വസ്തു നമുക്ക് എന്നും പ്രിയം ചെയ്യില്ല. ചെയ്യോ? ഇന്ന് അനുകൂലമായിട്ടിരിക്കുന്ന ഭാര്യ നാളെ അനുകൂലമാകുമോ? അനുകൂലമായ നന്നായി, അതത്രല്ലേ പറയാൻ പറ്റുള്ളൂ. തിരിയാലോ.
ഉറപ്പ് പറയാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾക്കുള്ള പലതിനോടുള്ള സ്നേഹം എന്നും ഉണ്ടാവുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഒരിക്കലും മാറാതൊരു സ്നേഹം ഉണ്ട്, എനിക്ക് എന്നോടുണ്ട്. അതൊരിക്കലും മാറില്ല. നിത്യപ്രിയേ, അങ്ങല്ലേ നിത്യപ്രിയൻ. അങ്ങനെയുള്ള അങ്ങ് ഞങ്ങളോട് ഈ ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ പറയാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം ഭർത്താവിലിരിക്കുന്നത് അങ്ങല്ലേ. ഭർത്താവിൻ്റെ ഉള്ളിൽ ഭർത്താവായിട്ടിരിക്കുന്നത് ആരാ? നമ്മൾ ഭർത്താവിനെ പൂജിക്കാൻ കാരണം ഭർത്താവിൽ ആരുള്ളതുകൊണ്ടാണ്? ഭഗവാനുള്ളതുകൊണ്ടാണ്. നമ്മൾ മകനെ സ്നേഹിക്കാൻ കാരണം മകനിൽ ആരുള്ളതുകൊണ്ടാണ്? ഭഗവാനുള്ളത് കൊണ്ടാണ്. ഭഗവാൻ ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേര് മാറി, പിന്നെ ശവം എന്നാ പറയുക. ഭഗവാൻ പോയാൽ പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടോ? ഭാര്യ ബിഭ്യതി തസ്മിൻ കായേ, ഭാര്യയ്ക്ക് പേടിയാണ് ആ ശരീരത്തെ. അതുകൊണ്ട് ഭഗവാനെ ഞങ്ങൾക്ക് മനസ്സിലായി ഈ ധർമ്മമൊക്കെ ഞങ്ങൾ അനുഷ്ഠിക്കുന്നത് അങ്ങയിലെത്താനാണ്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അങ്ങനെയല്ലേ ഗീതയിൽ പറഞ്ഞത്, എല്ലാ ധർമ്മവും ഒഴിവാക്കി എന്നെ ആശ്രയിച്ചാൽ. അത് ആദ്യം പറഞ്ഞിട്ടില്ലല്ലോ. ആദ്യം പറഞ്ഞത് എന്താ? ധർമ്മം അനുഷ്ഠിക്കണം എന്നാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഈ വക വിഷയങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഇതുവരെയും പറയുന്നതല്ലാതെ ഇത് മാത്രം കേട്ട ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. കർമ്മമൊന്നും ചെയ്യണ്ട പറഞ്ഞാൽ അവിടെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചിന്മയാനന്ദ സ്വാമി പറയും, നല്ലൊരു ഉദാഹരണം പറയും. ഏതുപോലെ ചോദിച്ചാൽ പോൾ വാൾട്ട് പോലെ ഒരു ഗെയിമാണത്. ഒളിമ്പിക്സിൽ കാണാം. വലിയൊരു വടിയെടുത്ത് ഓടി വന്ന് കുത്തിയിട്ടങ്ങോട്ട് പൊന്തും. ആ വടിയാണ് അത്ര ധർമ്മം. ആ വടി ഉണ്ടെങ്കിൽ മാത്രമേ പൊന്താൻ സാധിക്കുള്ളൂ. ആ വടിയെടുത്ത് ഓടി വന്ന് കുത്തി അങ്ങോട്ട് പൊന്തിക്കഴിഞ്ഞാൽ പിന്നെ വിലങ്ങനെ ഒരു വടി വെച്ചിട്ടുണ്ടാവും. അങ്ങോട്ട് ചാടിയാലേ ജയിക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ട് ചാടണം വെച്ചാൽ ഈ വടി വിട്ടാലേ ചാടാൻ പറ്റുള്ളൂ. ധർമ്മം വിട്ടാലേ ആരെ കിട്ടുള്ളൂ? ഗുരുവായൂർ പോകണമെങ്കിൽ ബസ് കയറണം. ഗുരുവായൂരപ്പനെ കാണണമെങ്കിൽ ബസ് വിടണ്ടേ? ഇപ്പോൾ നമ്മുടെ കുഴപ്പം എന്താ വെച്ചാൽ ബസ് കയറി ഗുരുവായൂർ എത്തിയപ്പോൾ നമ്മൾ പറയാണ് എനിക്ക് ബസ് വലിയ ഇഷ്ടമായി, ഇനി ഗുരുവായൂരപ്പനെ തൊഴണോ നോക്കണേ. മോക്ഷമാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ അർത്ഥകാമങ്ങളിൽ അങ്ങോട്ട് ഭ്രമിച്ചപ്പോൾ പിന്നെ വിടാൻ പറ്റണില്ല. 10-60 വയസ്സായാലും നമുക്ക് അമ്പലത്തിൽ പോകാൻ തോന്നണില്ല, ഭാഗവതം വായിക്കാൻ തോന്നണില്ല, സീരിയൽ ഒഴിവാക്കാൻ തോന്നണില്ല, വാർത്തപ്പേര് ഒഴിവാക്കാൻ തോന്നണില്ല, സദ്യ ഒഴിവാക്കാൻ തോന്നുന്നില്ല. ഇതിങ്ങനെ പോരെ. പക്ഷെ നാളെ വിട്ടേ പറ്റൂ, നാളെ വിട്ടേ പറ്റൂ. വലിയ ദുഃഖം ഉണ്ടാവില്ലേ? ഇവരത് തിരിച്ചറിഞ്ഞു. ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഭഗവാന് കാര്യം മനസ്സിലാക്കി. അവർ വിരക്തകളാണെന്ന് അറിഞ്ഞ ഭഗവാൻ അവരുടെ കൂടെ നൃത്തം വെച്ചു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ലേശര അഹങ്കാരം ഉണ്ടായി. നമുക്കൊക്കെ ഉണ്ടാവുന്നത് പോലെ തന്നെ. എന്നെ ഭഗവാൻ വലിയ ഇഷ്ടമാട്ടോ. ഞാനില്ലെങ്കിൽ ഭഗവാന്റെ കാര്യം കഷ്ടം. ഞാനില്ലെങ്കിൽ സപ്താഹം എന്ത്, നമ്മളില്ലെങ്കിൽ ഒന്നുകൂടി ഭംഗിയിൽ നടക്കും. അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു തോന്നലുണ്ടായാൽ അതാണ് സൗഭഗമതം. ഞാനില്ലെങ്കിൽ നേരാവണ്ണം ധർമ്മം നടക്കില്ല, ഞാനില്ലെങ്കിൽ കാര്യങ്ങൾ നേരെയാവില്ല. ഇവർക്ക് തോന്നി എന്നെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. അത് ഭഗവാൻ വെച്ച് ഉറപ്പിക്കില്ല. ഭഗവാനെ കാണാതെയായി. ഭഗവാൻ മറഞ്ഞു പറയണ്ട. അഹങ്കാരം വന്നാൽ ഭഗവാനെ കാണാതെയാവും. ഭഗവാൻ മറയണമെങ്കിൽ എവിടെയാണ് ഭഗവാൻ ഇല്ലാത്തത്? എല്ലാ ദിക്കിലും ഭഗവാനില്ലേ, എങ്ങോട്ട് പോവാനാ? അവർക്ക് ഭഗവാനെ കാണാതെയായ സമയത്ത് അവരങ്ങനെ കരയാൻ തുടങ്ങി. കാണുന്നവരൊക്കെ ചോദിച്ചു, ഭഗവാനെ കണ്ടു, ഭഗവാനെ കണ്ടു. അവരവസാനം ഭഗവാന്റെ കാൽപ്പാട് കണ്ട് മനസ്സിലാക്കി. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ തൊട്ടടുത്തായിട്ട് വേറൊരു ഗോപിയുടെ കാൽപ്പാടുമുണ്ട്. ആരാണ് ആ ഭാഗ്യവതി? കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഭഗവാന്റെ മടമ്പ് കുറച്ച് അധികം താഴ്ന്നിട്ടുണ്ട്. അടുത്തുള്ള ആ കാൽപ്പാട് കാണുന്നില്ല. അവർ മനസ്സിലാക്കി ആ ഗോപികയെ ഭഗവാൻ എടുത്തിട്ടുണ്ടാവും. അതാണല്ലോ കുറച്ച് അധികം ഇവിടെ അമർന്നത്. ആരാണ് ആ ഭാഗ്യവതി എന്ന് അങ്ങനെ അവരെ ആലോചിക്കുകയാണ്. ഭക്തന്മാർ പറയും അവളുടെ പേര് രാധ എന്നാണ്. ഭാഗവതർ പേരൊന്നും പറയണില്ല. പക്ഷേ ഭക്തന്മാരത് രാധയായിട്ട് പറയും. രാധ എന്ന് പറയട്ടെ, അതിൽ തെറ്റൊന്നുമില്ല. ഭക്തയാണ്. അവൾക്ക് മാത്രം, ആ ഗോപികയ്ക്ക് മാത്രം എന്ത് വന്നില്ല? ഭഗവാനോട് ആ ഒരു സ്നേഹത്തിനൊരു കോട്ടം വന്നിട്ടില്ല, അഹങ്കാരം വന്നിട്ടില്ല. മറ്റുള്ള ഗോപികമാരൊക്കെ അഹങ്കരിച്ചപ്പോഴും അവൾ അഹങ്കരിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായത് എൻ്റെ കൂടെ പുറപ്പെട്ടവർക്കൊന്നും ഭഗവാനെ കിട്ടിയില്ല, എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ. എന്താണ്? നമ്മളൊക്കെ ഒരുമിച്ച് ഭാഗവതം കേട്ടു, എനിക്ക് മാത്രം വിമാനം വന്നാൽ അയ്യേ, നമ്മൾ ഒരുമിച്ച് കേട്ടിട്ട് നമ്മുടെ ഒപ്പമുള്ള ആൾക്ക് മാത്രം വന്നു, അല്ലെങ്കിൽ എനിക്ക് മാത്രം കിട്ടി, ഒപ്പമുള്ളവർക്ക് കിട്ടിയില്ലെങ്കിൽ വിഷമം ഉണ്ടാവില്ലേ? നമ്മൾ ഒരുമിച്ച് പഠിച്ചു, പരീക്ഷയ്ക്ക് പാസ്സായത് ഞാൻ മാത്രം, വിഷമം ഉണ്ടാവില്ലേ? നമുക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല, കിട്ടിയെന്ന് തോന്നുള്ളൂ. അത് അസൂയുള്ളതുകൊണ്ടാണ്. നേരെ മറിച്ച് സാത്വികനാണെങ്കിൽ കഷ്ടമായിട്ടു ആ അമ്മയാണ് ചായ ഉണ്ടാക്കി തന്നത്. ആ കുട്ടിയുടെ പുസ്തകം നോക്കിയിട്ടാണ് പഠിച്ചത്. അവൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് പഠിച്ചതൊക്കെ. എന്നിട്ട് ആ കുട്ടി തോൽക്കും ചെയ്തു, ഞാൻ ജയിക്കും ചെയ്തു. വേണ്ടില്ലായിരുന്നു, ജയിക്കേണ്ടില്ലായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഒന്നും കൂടി പരീക്ഷ എഴുതാം. താൻ ജയിച്ചതാ, എന്നാലും ആ കുട്ടികൾക്ക് വേണ്ടി, തൻ്റെ ഒപ്പം പുറപ്പെട്ട മറ്റു ഗോപികമാർക്ക് വേണ്ടി ഒന്നുകൂടി പരീക്ഷ എഴുതാമെന്ന് കരുതി ആ ഗോപിക രാധാദേവി പാടിയത്രേ. ഹാ നാഥ രമണപ്രേഷ്ഠ ക്വാസി ക്വാസി മഹാഭുജ. മറ്റു ഗോപികമാരോട് പറയാണ്, ഭഗവാനെ തേടിയാൽ കിട്ടില്ല, പാടിയാലേ കിട്ടുള്ളൂ. അന്വേഷിച്ചാൽ കിട്ടില്ല. കീറി മുറിക്കുകയാണ്. ചന്ദ്രനിൽ പോയി ചൊവ്വയിൽ പോയി കിട്ടുന്നില്ല. പോയിക്കോളും, കുഴപ്പമില്ല, പക്ഷെ കിട്ടുന്നില്ല. ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടിയാൽ കിട്ടി. അതുകൊണ്ട് അവരൊരുമിച്ച് പാടുകയാണ്.
തേടിയാൽ കിട്ടില്ല, പാടിയാലേ കിട്ടുള്ളൂ. തേടുമ്പം അഹങ്കാരം ഉണ്ടായി, ഞാൻ കണ്ടുപിടിക്കുന്നൊരു വിചാരമുണ്ട്, ഞാൻ കർത്താവ് ഞാൻ ഭോക്താവ് എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ ഭഗവാനെ കിട്ടില്ല. അവരങ്ങോട്ട് കരയാൻ തുടങ്ങി. ആ കരച്ചിലാണ് ഗോപികാഗീതം. ഭഗവാൻ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ തെറ്റ്, അങ്ങയെ കേവലം ഒരു പുരുഷനായിട്ട് കണ്ടതല്ലേ, ഞങ്ങൾക്ക് മനസ്സിലായി. നഖലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക്. അങ്ങ് കേവലം ഒരു ഗോപികയുടെ മകനല്ല, സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ അന്തര്യാമിയായിട്ട് കുടികൊള്ളുന്ന ചൈതന്യമാണ് അങ്ങെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ആരാ പറയണത് മറന്നു പോരുതിട്ടോ? ആരാ പറയണത്? ഗോപികമാര്. അവരേത് ഉപനിഷത്ത് പഠിച്ചു? അവരൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഒക്കെ പഠിച്ചതുപോലെ ആക്കി ഭഗവാൻ തൻ്റെ സാന്നിധ്യം കൊണ്ട് അവരെ അങ്ങനെ ആക്കിയിട്ടുണ്ട് എന്നുള്ളത് തെളിവാണിത്. വിഘനസാർത്ഥിതോ വിശ്വഗുപ്തയെ. ഭഗവാൻ ഞങ്ങൾക്കറിയാം അങ്ങ് വിഘനസൻ പ്രാർത്ഥിച്ചിട്ട് വന്നതല്ലേ. ആരാ വിഘനസൻ? ബ്രഹ്മാവ്. ബ്രഹ്മാവ് പ്രാർത്ഥിച്ചിട്ട് ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടി വന്നവനല്ലേ അങ്ങ്. ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് ഒറ്റ വിഷമേ ഉള്ളൂ. എന്താ വിഷമം? ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി അങ്ങ് മറന്നു നിൽക്കുമ്പം അങ്ങയുടെ ആ പിഞ്ചു പാദം ഈ കാട്ടിലെ മുള്ളും കല്ലും കൊണ്ട് വേദനിക്കുകയോ? ഇത്രയും കാലം അവർക്ക് അവരുടെ വേദന വലിയ വിഷമായിരുന്നു. ഇപ്പം അവർക്ക് ഒറ്റയൊന്നേ ഉള്ളൂ. ഇതാണ് ശരിക്കുള്ള ഭക്തി. ഞാൻ കാരണം ഗുരുവായൂരപ്പനൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. എന്താണ്? നമ്മളങ്ങനെയല്ല, ഗുരുവായൂരപ്പൻ കുറച്ച് ബുദ്ധിമുട്ടിയാലും സാരില്ല, എൻ്റെ കാര്യം നേരെയാക്കി തരണം. നല്ല ഭക്തി അതല്ല. ഞാൻ കാരണം ഭഗവാന് പ്രയാസം ഉണ്ടാവണ്ട. ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി അങ്ങ് ഒളിച്ചു നിൽക്കുമ്പം അങ്ങയുടെ പിഞ്ചുപാദം കല്ലും മുള്ളും കൊണ്ട് വേദനിക്കാച്ചാൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അന്വേഷണം നിർത്തി. അങ്ങേക്ക് ദർശനം തരാൻ തോന്നണില്ലെങ്കിൽ വേണ്ട, അതിനുള്ള പുണ്യം ഞങ്ങൾക്ക് ഉണ്ടാവില്ലായിരിക്കും എന്ന് പറഞ്ഞ് അവർ പൊട്ടിക്കരയാൻ തുടങ്ങി. പരീക്ഷത്തെ ഇതി ഗോപ്യ പ്രഗായന്ത്യ. ആദ്യമൊക്കെ അവർ പാടിയിട്ടു. ഗോപികാഗീതത്തിനൊരു താളുണ്ട് അല്ലേ? ജയതിത്തെ അധികം ജന്മനാവ്രജ ശ്രയത ഇന്ദിര ശശ്വതത്രയീ. ശരിയാണ്, ആദ്യമൊക്കെ ഭക്തിയിൽ കുറച്ചൊക്കെ താളവും രാഗമൊക്കെ ഉണ്ടാവും. പക്ഷെ ഭക്തി അങ്ങോട്ട് കൂടി ചിലപ്പോൾ എന്ത് പറ്റും? പിന്നെ രാഗവും താളമൊക്കെ പോവും. ഇതി ഗോപ്യ പ്രഗായന്ത്യ പ്രലപന്ത്യശ്ച ചിത്രധാരുരുദുഹു. അവർ കരയാൻ തുടങ്ങി. കരയുമ്പോൾ രാഗം നോക്കൂ, ശ്രുതി നോക്കൂ. പാടുമ്പോൾ നമ്മൾ കരയുമ്പോൾ നമ്മൾ നോക്കട്ടെ, അതൊന്ന് വെക്കൂ എന്ന് പറയുമോ? ഇല്ല. കരച്ചിൽ എന്ത്, ശ്രുതി എന്ത്, താളം ജനങ്ങളുണ്ടോ നോക്കുമോ? ആരെയും കാണുന്നുണ്ടോ നോക്കുമോ? അവരങ്ങോട്ട് കരയാൻ തുടങ്ങി. പരീക്ഷത്തെ രുരുദുഹു സുസ്വരം രാജൻ കൃഷ്ണദർശനലാലസാ. സുസ്വരം രാജൻ. നന്നായി കരഞ്ഞു. എങ്ങനെ കരഞ്ഞു? ഭംഗിയിൽ കരഞ്ഞു. എത്ര മോശം അതില്ലേ അങ്ങനെ പറയണത്. കുട്ടിയെ മാഷടിച്ചു, കുട്ടി നന്നായി, എന്ത് രസമാണ് കാണാൻ. കുട്ടി അങ്ങനെ കരയണമെന്ന് കാണണം. ഇയാൾക്ക് എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ട് അങ്ങനെ തോന്നണച്ചാൽ. ആ കുട്ടിയുടെ കരച്ചിൽ പോലും രസമായിട്ട് തോന്നണച്ചാൽ പിന്നെന്തേ അങ്ങനെ പറഞ്ഞു? അതല്ല പരീക്ഷത്തെ. കുറേ കരച്ചിൽ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടൊക്കെ ഉണ്ട്. ജോലി കിട്ടിയില്ല, കല്യാണം കഴിഞ്ഞില്ല, കുട്ടി ഉണ്ടായില്ല, ലോട്ടറി അടിച്ചിട്ടില്ല എന്നൊക്കെയുള്ള കരച്ചിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ ഭാഗവതം കേൾക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഭഗവാനെ കിട്ടിയില്ല എന്ന് പറഞ്ഞ കരച്ചിൽ ഞാൻ അധികം കണ്ടിട്ടില്ല. ഇവരതിനാ കൃഷ്ണദർശനലാലസാഹ. കൃഷ്ണനെ കാണണം, മറ്റൊന്നും വേണ്ട, ഭഗവാനെ കിട്ടിയാൽ മതി. ആ കരച്ചിൽ എനിക്കിഷ്ടപ്പെട്ടു. അതാണ് സുസ്വരം. അങ്ങനെ ഒന്ന് കരയൂ. മറ്റുള്ള കരച്ചിൽ നിർത്തിയിട്ടേ. നമ്മളിപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കരച്ചിൽ നിർത്തിയിട്ട് ഭഗവാനെ കിട്ടാൻ വേണ്ടി ഒന്ന് കരയും. ആ സമയത്ത് ആര് വന്നു? അവരുടെ കരച്ചിലൂടെ അഹങ്കാരം കണ്ട് നീങ്ങിയ സമയത്ത് ഭഗവാനെ അവർ കണ്ടു. ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്നു. ഭഗവാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വിട്ടുപോയിട്ടില്ല. ഇനി വിട്ടുപോയി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലേ അതെന്താ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞുകൊണ്ടാ. എപ്പോഴും ഒപ്പുണ്ടാകുമ്പോൾ സ്നേഹം കുറയും. അങ്ങനെ കുഴപ്പമുണ്ട്. അതിപരിചയം കൊണ്ട് അവജ്ഞ ഉണ്ടാവും. സുലഭമായിട്ട് കിട്ടിയാൽ അതിൻ്റെ വില നമ്മളറിയില്ല. ഒന്ന് മാറി നിന്നപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ വില മനസ്സിലായില്ലേ? അതിനു വേണ്ടി ഒന്ന് മാറി നിന്നേ ഉള്ളൂ, അല്ലാതെ നിങ്ങളെ ഞാൻ ഒരിക്കലും ഒഴിവാക്കില്ല എന്ന് പറഞ്ഞ ഭഗവാൻ അവരുടെ കൂടെ നൃത്തം വെച്ചു. അതാണ് രാസം. ഭഗവാനിലേക്ക് സഞ്ചരിക്കുന്നവർക്കും ദുഃഖമൊക്കെ ഉണ്ടാവും, ജീവിതത്തിൽ നല്ല ദുഃഖം ഉണ്ടാവും. പക്ഷെ ആ ദുഃഖം കൊണ്ട് അവർ തളരൊന്നുമില്ല. ഭഗവാനാണ് ലക്ഷ്യമെങ്കിൽ അവർ തളരില്ല. അവർക്കത് മനസ്സിലാവും. കുന്തിദേവിക്ക് ദുഃഖം ഉണ്ടായില്ലേ? ഭീഷ്മർക്ക് ദുഃഖം ഉണ്ടായില്ലേ? എത്ര പേർക്ക് ദുഃഖം ഉണ്ടായി? ആ ദുഃഖത്തിലൂടെ അവരുടെ അഹങ്കാരം നീങ്ങി അവർ ഭഗവാനോട് ചേരുക ചെയ്യുക. അങ്ങനെ ഭഗവാൻ അവരെ ആനന്ദിപ്പിച്ചു. അതാണ് ആനന്ദ നൃത്തം. നൃത്തം എന്ന് പറഞ്ഞാൽ താല്പര്യം ആനന്ദം എന്ന് കാണിക്കാനാണ്. പക്ഷേ ഈ കഥയൊക്കെ പറഞ്ഞെങ്കിലും പരീക്ഷിച്ച് ചോദിച്ചു നമുക്ക് വേണ്ടിയിട്ട്. എന്നാലും അങ്ങനെ പറഞ്ഞു, ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, അച്ഛനമ്മയൊക്കെ ഉണ്ട് പറഞ്ഞ് രാത്രി 12:30 ഭഗവാൻ നൃത്തം വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പം ശരിയായോ ചോദിച്ചു. അപ്പം ശ്രീശുവർ പറഞ്ഞു, ഇപ്പം അങ്ങ് കൃഷ്ണനെ പിടിച്ചിട്ട് പുരുഷനിൽ ഒതുക്കിയില്ലേ അല്ലേ? നമുക്കുണ്ട് ഈ സ്വഭാവം. കുറ്റം പറയുമ്പോഴൊക്കെ ഭഗവാനെ പിടിച്ച് എന്ത് ചെയ്യും? പുരുഷൻ എന്നുള്ളതിലേക്ക് ഇങ്ങോട്ട് ഒതുക്കും. അത് ശരിയാണോ? ഗുരുവായൂർ പോയാൽ ഭാര്യയും ഭർത്താവൊക്കെ എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കാറില്ലേ? ഭർത്താവ് ശ്രീലകത്തെ നോക്കിയിട്ട് എൻ്റെ കൃഷ്ണ പറഞ്ഞ് മാറി നിൽക്കും. ഭാര്യ വന്നാൽ എന്താ വിളിക്കുക? ശ്രീലകത്തെ നോക്കിയിട്ട് ഭർത്താവിൻ്റെ കൃഷ്ണ വിളിക്കുമോ? എൻ്റെ കൃഷ്ണ. ഭർത്താവിന് വിഷമമുണ്ടോ? അവളുടെയാണ്, എൻ്റെയാണ്, നാട്ടുകാരുടെ മൊത്തമാണ് കൃഷ്ണൻ
എല്ലാവരുടെ ഉള്ളിലും ഉള്ള ചൈതന്യമാണ് കൃഷ്ണൻ എന്നറിയാം. ചിത്രം വരയ്ക്കുമ്പം വിഗ്രഹം വെക്കുമ്പോഴൊക്കെ നമുക്ക് ഒന്നെങ്കിൽ പുരുഷൻ്റെ അല്ലെങ്കിൽ സ്ത്രീയുടെ എങ്ങനെയല്ലേ പറ്റുള്ളൂ? അതിനർത്ഥം ഭഗവാൻ പുരുഷനാണെന്നാണോ, സ്ത്രീയാണെന്നാണോ, ഷണ്ടനാണെന്നാണോ? അല്ലെങ്കിൽ മൃഗമാണ്, സസ്യമാണ്, ഒക്കെയാണ് ഭഗവാൻ. നമുക്ക് പിടി കിട്ടാൻ വേണ്ടി ആ രീതിയിലൊന്ന് വർണ്ണിക്കണമെന്ന് മാത്രം. എന്തിനാ അങ്ങനെ കാണുന്നു? പുരുഷൻ്റെ പുരുഷത്വം ഭഗവാനാണ്, സ്ത്രീയുടെ സ്ത്രീത്വം ഭഗവാനാണ്. അത് മനസ്സിലാക്കൂ. അത് മനസ്സിലാക്കിയാൽ ഈ ചോദ്യം അങ്ങ് ചോദിക്കില്ല. പിന്നെ ഒന്നുകൂടി പറയാം, ആ പുരുഷന്മാർക്ക് പെട്ടെന്നൊരു സംശയം തോന്നി, തങ്ങളുടെ കൂടെ പത്നിമാരില്ലേ, സംശയം തോന്നി വേഗം അവർ എണീറ്റ് വിളക്ക് കത്തിച്ച് നോക്കുമ്പോൾ കട്ടിലാര് കിടക്കുന്നുണ്ട്? ആ സ്ത്രീകളൊക്കെ അവിടെ, ഏത് സ്ത്രീകൾ? അവിടെ രാസനൃത്തത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീകളൊക്കെ അവരുടെ അടുത്ത് കിടക്കുന്നുണ്ട്. പരീക്ഷ ചോദിച്ചു, അപ്പം പിന്നെ അവരോ? അങ്ങനെ ചോദിച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്നത് എവിടെയാ? നമ്മുടെ മനസ്സെവിടെയാ? രണ്ടൊരു ദിക്കിലാണോ? നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം, മനസ്സെവിടെ വയ്ക്കാം, ഭഗവാൻ വെച്ചുകൂടെ? അത്രയേ ഉള്ളൂ. ഇവരുടെയൊക്കെ മനസ്സിൽ അവരനുഭവിച്ച ആനന്ദം, നമ്മളെ കൂടെ ഇരിക്കണ എത്രയോ പേരില്ലേ, അവരൊക്കെ ഇരിക്കണം നമ്മുടെ കൂടെയാവും. പക്ഷെ നമ്മളെപ്പോലെയല്ല അവർ നമ്മൾ അനുഭവിക്കണേക്കാളൊക്കെ എത്രയോ ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ മുഖ്യം. അതുപോലെ അനുഭവിക്കാൻ പറ്റും. ഈ ശരീരം എങ്ങനെയായാലും, ഈ ലോകം എങ്ങനെയായാലും, ഈ സാഹചര്യം എന്തായാലും, ഏതവസ്ഥയിലും സമാധാനമായിട്ടിരിക്കാനുള്ള വകുപ്പ് ഇവിടെ ഉണ്ട്. അതാണ് ഈ രാസക്രീഡ വർണ്ണിക്കുന്നത്. അതിനുശേഷം ചെയ്യേണ്ടതൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ളത്? ഒരാൾക്ക് കൊടുക്കാമെന്ന് വെച്ച ഏറ്റവും വലിയ കാര്യം ആനന്ദമാണ്. അത് ഭഗവാൻ ഗോപികമാർക്ക് കൊടുത്തു. ഇനിയിപ്പോൾ അവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ അടുത്ത ദിക്കിലേക്ക് പോവുക, മധുരയ്ക്ക് പോയി അവിടെയും ഭഗവാൻ ആനന്ദം വിതറുകയാണ്. അതൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കേൾക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.